എല്ലാവർക്കും നമസ്കാരം. IFBHന്റെ 2132 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറാണ്. MD MRCP UK ABIM USA, ഫിസിഷ്യൻ ആൻഡ് ബിഹേവിയറൽ സയന്റിസ്റ്റ് USA. കൂടുതൽ ഗുളികകൾ, കൂടുതൽ അസുഖങ്ങൾ എന്നീ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയ സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. Good evening, everybody. PowerPoint slide കാണാമോ എന്ന് ആദ്യം പറയണേ. I'm going to share that one. I just want to make sure. കാണാമായിരുന്നു സാറേ, വന്നിരുന്നു. കാണാം. Okay. ആണ്. Okay. Right. ഇന്നത്തെ ടോപ്പിക് ഇംഗ്ലീഷിൽ അതിന്റെ ടൈറ്റിൽ മോർ പിൽസ്, മോർ ഡോസ്, മോർ ഇൽസ്. മലയാളത്തില് കൂടുതൽ ഗുളികകൾ, കൂടുതൽ അസുഖങ്ങൾ. ഇത് എല്ലാ ബ്രാഞ്ചിലും അപ്ലിക്കബിൾ ആണ്. അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, സിദ്ധ, എല്ലാത്തിലും. ബിക്കോസ് ഈ ഭൂലോകത്ത് സൂര്യന് താഴെ ഒരു വസ്തു പോലും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒന്നും ഇല്ല. ആദ്യം ഇത് മനസ്സിലാക്കണം. ചിലർക്ക് ചില ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജിക് റിയാക്ഷൻ വരും. ഇവിടെ അമേരിക്കയിലാണ് ചില വളരെ കോമൺ ആയിട്ടുള്ള ഇതാണ് നമ്മുടെ കപ്പലണ്ടി. നാട്ടിലെ കപ്പലണ്ടി, ഇവിടെ പീനട്ട് എന്ന് പറയും. പീനട്ട് അലർജി കാരണം മരിച്ചവർ എത്രയോ പേരുണ്ട്. അത് കാരണം ഇവിടുത്തെ ബിസ്ക്കറ്റോ വേറെ ഏത് ഐറ്റം ഉണ്ടെങ്കിലും അതിൽ പീനട്ട് ഉണ്ടെങ്കിൽ വാർണിംഗും കൂടെ എഴുതിയിരിക്കും. പീനട്ട് ഇപ്പോൾ ഒരു മനസ്സിലായില്ല എത്ര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. സോ നമ്മുടെ ഫുഡ്, നമ്മൾ വിചാരിക്കുക ആഹാരം, നമ്മുടെ ഗ്രൗണ്ട് നട്ട്, കപ്പലണ്ടി ഒരു കുഴപ്പമില്ല. കപ്പലണ്ടി കഴിച്ചിട്ട് തന്നെ ആൾക്കാർ മരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അലോപ്പതി മരുന്ന് മാത്രമല്ല, ആയുർവേദ മരുന്ന് മാത്രമല്ല, ഹോമിയോപ്പതി മാത്രമല്ല, സിദ്ധ മാത്രമല്ല, എല്ലാം ഏതെടുത്തു കഴിഞ്ഞാലും അതില്ല എന്ന് പറയുന്നത് വെറും പച്ച നുണയാണ്. അത്രയേ ഉള്ളൂ, വെറും പച്ച നുണയാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല എന്നുള്ളത്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നെ ഇഷ്ടപ്പെടാത്തവർ മിക്കവർക്കും ഞാൻ സത്യം, അപ്രിയ സത്യങ്ങൾ അതുപോലെ വിളിച്ചു പറയും. അതാണ് പ്രശ്നം ചിലർക്ക്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നൗ ലെറ്റ് മീ സ്റ്റാർട്ട് ദി ടോക്ക്. ഇതാരാണെന്നറിയാമോ? മൈക്കൽ ജാക്സൺ. ഇതാരാണെന്ന് അറിയാമോ? ഈ രണ്ടാമത്തെ പടം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, ഇല്ലെങ്കിൽ ഒരു ഇടുക. എന്നുവെച്ചാല് ഒരു ഡയലോഗിൽ കൂടെ പോയിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ ഞാൻ മാത്രം ആത്മഗതം സംസാരിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാലേ എനിക്ക് ധനേഷ്, ഓക്കെ, നോ താങ്ക് യു. ഇനി അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടെന്ന് പറയാനായിട്ട് എന്തൊരു പ്രയാസമാണെന്ന് അറിയാം. ഓക്കെ, മറിയാമ്മ ജോൺ, ഓക്കെ, താങ്ക് യു. ഓക്കെ, മനോജ് യെസ്, മൺട്രോ. അങ്ങനെ അദ്ദേഹത്തിന്റെ പഴയ രോമാഞ്ചമായിരുന്നു. മനോജിയുടെ പഴയ രോമാഞ്ചമായിരുന്നു മെർലിൻ മൺട്രോ. 1962 പുള്ളിക്കാരി മരിച്ചു. 2020 അടുപ്പിച്ചാണ് നമ്മുടെ മൈക്കൽ ജാക്സൺ മരിക്കുന്നത്. ഈ രണ്ടുപേരും എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ? രണ്ടുപേരും എന്റെ ടോക്കിൽ ആദ്യം പറഞ്ഞതാണ് മോർ പിൽസ്, മോർ ഡോസ്, മോർ ഈൽസ്. ഈ മോർ ഡോസ് എന്ന് പറഞ്ഞത് ഓവർ ഡോസ് ആണ്. മൈക്കൽ ജാക്സനും ഓവർ ഡോസിലാണ് മരിക്കുന്നത്. മെർലിൻ മൺട്രോയും ഓവർ ഡോസ്. അപ്പൊ അത് കാരണം മരുന്ന് എല്ലായ്പ്പോഴും രക്ഷിക്കാൻ മാത്രമല്ല, ദി മെഡിസിൻസ് ക്യാൻ കിൽ.
ഇപ്പൊ മനസ്സിലായോ എന്റെ തീമിന്റെ മെയിൻ ഇമ്പോർട്ടൻസ്? സോ ഈ രണ്ടുപേരുടെ ഉദാഹരണം മാത്രം മതി. മർലിൻ മെൻറോ മരിക്കുമ്പോൾ ഷി വാസ് ഹാർഡ്ലി 36 years ഓൾഡ്. മൈക്കൽ ജാക്സൺ 50 വയസ്സ്. എന്താണ് അവരുടെ അസുഖം? എന്തായിരുന്നു? മൈക്കൽ ജാക്സൺ വാസ് സഫറിംഗ് ഫ്രം ക്രോണിക് ഇൻസോംനിയ, ഉറക്കമില്ല, ആൻഡ് പെയിൻ പല ജോയിന്റിലും. മർലിൻ മെൻറോ ഡിപ്രഷൻ ആൻഡ് ഇൻസോംനിയ, ഉറക്കമില്ല. അപ്പൊ അതിനുവേണ്ടി കൊടുത്ത മരുന്നുകൾ, അതില് മൈക്കൽ ജാക്സൺ ആണെച്ചാൽ ഒരു പേഴ്സണൽ ഫിസിഷ്യനും ഉണ്ടായിരുന്നു കൂടെ. വീട്ടിൽ തന്നെ ശമ്പളവും കൊടുത്ത് ഒരു വർഷം $500,000 $250,000 ശമ്പളം കൊടുത്ത് കൂടെ താമസിക്കുകയാണ്. അങ്ങേര് കൊടുത്ത പ്രോപ്പോഫോൾ എന്ന് പറഞ്ഞ മരുന്ന്, ഒരു അനസ്തെറ്റിസ്റ്റ് ആണ്, ഒന്ന് സെഡേഷൻ, നന്നായിട്ടൊന്ന് മയങ്ങി നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ കൊടുത്ത ഡോസ്, കൂടുതൽ ഡോസ്. എന്നിട്ടോ അങ്ങേര് കൂടെ ഒന്ന് മോണിറ്റർ ചെയ്തില്ല. അങ്ങേര് മരുന്ന് കൊടുത്തിട്ട് പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോ മൈക്കൽ ജാക്സന്റെ കാറ്റ് പോയി. അതിന്റെ പുള്ളിക്കാരന് മറ്റേ ഇത് മാൻസ്ലാട്ടറിന് പുള്ളിക്കാരന് ശിക്ഷിക്കപ്പെട്ടു. 2 കൊല്ലം എത്രയാണ് പുള്ളിക്കാരൻ ജയിലിൽ കിടന്നത്, ഈ ഡോക്ടർ. മർലിൻ മെൻറോ വാസ് ടേക്കിംഗ് ആന്റി ഡിപ്രസൻസും ബാർബിച്ചുറേറ്റും കുറെ ഇതൊക്കെ. അപ്പൊ അവരും മരിച്ചു. രാവിലെ നോക്കിയോണ്ട് വീട്ടിൽ വന്ന് ആ ജോലിക്കാരി നോക്കിയോണ്ടേ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഇതിൽ നിന്നാണ് ഈ ടോക്കിന്റെ റിലവൻസ്. ഇന്നിപ്പം നമ്മുടെ നാട്ടില് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഓവർ ഡോസ് ആണ് വൺ ഓഫ് ദി റീസൺസ്. ഇപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ, ഈ ടോപ്പിക്കിന്റെ റിലവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, പുള്ളിക്കാരൻ 33 വയസ്സെന്നുള്ളപ്പോഴാണ് പുള്ളി മരിക്കുന്നത്. ഒരു പനിയൊക്കെ വന്നു. എന്ത് പനിയൊന്നുമില്ല, ഓരോ ഊഹാപോഹങ്ങളാണ്. അത് മലേറിയ ആണെന്നും വേറെ പലതും പറയുന്നുണ്ട്. അപ്പൊ അങ്ങേര് ചക്രവർത്തിക്ക് ആയത് കാരണം, കിങ് ആയത് കാരണം, ഡോക്ടർമാരുടെ ഒരു ടീമാണ്, ഒരു വിദഗ്ധ സംഘം എന്ന പോക്കാണ്. അതാണ് പുള്ളി ഇരിക്കുന്നത്, ഐ ആം ഡൈയിങ് ഫ്രം ദി ട്രീറ്റ്മെന്റ് ഓഫ് ടു മെനി ഫിസിഷ്യൻസ്. എപ്പോഴാണ്? 2200 കൊല്ലത്തിന് മുമ്പ് പുള്ളി പറയാണ്. ഈ മലയാളത്തിൽ ഒരു ഇതുണ്ട്, ഇംഗ്ലീഷിൽ ഒരെണ്ണമുണ്ട്, ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. കേട്ടിട്ടുണ്ടോ മനോജ്? ടു മെനി കുക്സ്, മറിയാമ്മാജി, അതായത് ഒരുപാട് പേര് ഒരു ഭക്ഷണത്തിലേക്ക് ഇൻവോൾവ് കഴിഞ്ഞാല് കുളവാക്കും. ഇയാൾ കുറച്ച് കൂടുതലായിട്ട് മറ്റേ മുളക് പൊടി ഇടും, മറ്റേ ആള് മറ്റേ പൊടി ഇടും, മറ്റേ ആള് ഇത് ഇടും, മറ്റേ ആള് ഓരോരുത്തരും അവരെല്ലാം ഇട്ട് അവസാനം കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. അതുപോലെ ഡോക്ടർമാരും, ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു ന്യൂറോളജിസ്റ്റ്, അടുത്ത ഒരു ഹെപ്പറ്റോളജിസ്റ്റ്, അടുത്ത മറ്റേതിന്റെ, ഇതെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായം വ്യത്യാസമാണ്. ഓരോരുത്തരും അവർ തോന്നിയ പോലുള്ള മരുന്നുകൾ എഴുതും. ഇതെല്ലാം പോകുന്ന ഒറ്റ പേഷ്യന്റ് അടുത്താണ്. സെയിം പേഷ്യന്റ് വിൽ ബി ഗെറ്റിംഗ് മെഡിസിൻസ് ഫ്രം. ഇന്നിപ്പോ നാട്ടിൽ കാണുന്ന അതാണ്. നാട്ടില് ഒരു 40 കൊല്ലത്തിന് മുമ്പൊക്കെ മിക്കവർക്കും കഷ്ടിച്ച് ഒരു ഡോക്ടറെ കാണത്തുള്ളൂ. ഇന്നങ്ങനെ അല്ല. ഇന്ന് കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഒരു ഡോക്ടർക്ക് തന്നെ ഒരു 4-5 പേരെ കൺസൾട്ട് ചെയ്യും. അതെ, ബ്ലഡ് പ്രഷർ, വെറും ബ്ലഡ് പ്രഷർ, സാധാ ബ്ലഡ് പ്രഷറിന് അതിന് കാർഡിയോളജിസ്റ്റ്. സാധാരണ ഒരു MBBS ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ആ കാർഡിയോളജിസ്റ്റിന് പോകും. അത് കഴിഞ്ഞ് ചെറിയൊരു വയറിന് ചെറിയൊരു ആസിഡ് റിപ്ലസ് പുളിച്ചു കേട്ടത്, അതും ഒരു MBBS MD മറ്റും. അതിനോട് തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിന് പോകും. അത് കഴിഞ്ഞാൽ കുറച്ചൊരു തലവേദന, അതും MBBS MD ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനോട് തന്നെ ന്യൂറോളജിസ്റ്റിന് അടുത്ത് പോകും. അത് കഴിഞ്ഞ ഒരു മുട്ടുവേദന, അത് MBBS MD ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനോട് തന്നെ ഓർത്തോ ഡോക്ടർ പറയും, ഞാൻ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു യെസ് ഇട്ടെ, ഞാൻ ഈ പറയുന്നത് ഇത് ഞാൻ ഈ പറയുന്നത് വാസ്തവാണെന്നുണ്ടെങ്കിൽ യെസ്, താങ്ക് യു മനോജ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഇപ്പോഴ് ഒരുപാട് ഡോക്ടർമാരുടെ ഇതിലായതുകൊണ്ടാണ് ആ അലക്സാണ്ടർ ദി ഗ്രേറ്റ് പറഞ്ഞാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു BC പുള്ളി പറഞ്ഞാണ്, ഐ ആം ഡൈയിങ് ഫ്രം ദി ട്രീറ്റ്മെന്റ് ഓഫ് ടു മെനി ഫിസിഷ്യൻസ്. ഇന്നിപ്പോ നാട്ടിൽ ഒരുപാട് പേര് പെട്ടെന്ന് മരിക്കുന്നില്ല. എന്നുവെച്ചാൽ കേരളത്തിന്റെയാണ് ആയുസ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ ലോഞ്ചിവിറ്റി ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളവരാണ്. പക്ഷേ ജീവിതം ഉണ്ടല്ലോ, കട്ട പുകയാണ്. Most of them, they are not able to enjoy their life. They are living with all sorts of suffering. ശരിയാണോ മനോജ്? ജീവിച്ചിരിപ്പുണ്ട്.
ആള് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? പല സിംറ്റംസുമായിട്ടൊക്കെ. അങ്ങനെ ലോഞ്ചിവിറ്റി കൂടി, ദി ക്വാണ്ടിറ്റി കൂടി, പക്ഷേ ക്വാളിറ്റി താഴെ പോയി. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഓഫുൾ. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഇദ്ദേഹം സർ വില്യം ഓസ്ലർ, ഞങ്ങളുടെ മോഡേൺ മെഡിസിന്റെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതാണ്. മറ്റേ ഓൾഡിന് ഹിപ്പോക്രറ്റ്സ് ആണ്. വൺ ഓഫ് ദി ഫസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ദി ഫിസിഷ്യൻ ഈസ് ടു എഡ്യൂക്കേറ്റ് ദി മാസസ് നോട്ട് ടു ടേക്ക് മെഡിസിൻ. പുള്ളി പറയാണ്, അത് എപ്പോഴാണ്? 100 കൊല്ലത്തിന് മുമ്പ്. ആദ്യം പൊതുജനത്തെ പഠിപ്പിച്ചു കൊടുക്കുക അറിയാം, മരുന്ന് കഴിക്കരുത്. ഫസ്റ്റ് ഡ്യൂട്ടി ഇസ് ടു എഡ്യൂക്കേറ്റ് ദി പീപ്പിൾ നോട്ട് ടു ടേക്ക് മെഡിസിൻസ്. ഇന്ന് എന്താണ് കാണുന്നത്? ഇന്ന് അങ്ങോട്ട് ഇങ്ങനെ ഡംപിങ് ഇതാണ് മരുന്നുകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള പുള്ളിക്കാരൻ റിട്ടയർഡ് ന്യൂറോളജി ഡോക്ടറാണ്, ന്യൂറോളജിസ്റ്റാണ്. ഞാൻ ചുമ്മാ ചോദിച്ചു, നിങ്ങൾ എത്ര മരുന്നാണ് ഇപ്പോഴും കഴിക്കുന്നത് നിങ്ങളുടെ അസുഖത്തിന്? അത് കുറെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു എണ്ണം പറഞ്ഞ്, ഒരു 4-5, അപ്പൊ ഒരു 10 എണ്ണമെങ്കിലും കഴിക്കുന്നുണ്ട്. നോക്കിക്കോളേ, 10 എണ്ണം കഴിക്കുകയാണ് പുള്ളിക്കാരൻ. ഞാൻ പതുക്കെ ചോദിച്ചു വന്നപ്പോൾ ചിലവൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോഴും നല്ലൊരു ശതമാനം ഡോക്ടേഴ്സ് തന്നെ അവർ തന്നെ ആവശ്യമില്ലാതെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതിൽ ചില ഫ്രീ ആയിട്ട് ചില മരുന്ന് കമ്പനിക്കാർ കൊടുക്കുന്ന സാമ്പിളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഫ്രീ അല്ലേ, ഒരു ചെലവും ഇല്ലല്ലോ. മൾട്ടി വൈറ്റമിൻസ്, നമ്മുടെ ശ്രീകുമാരൻ നായർജി ഇവിടെ ഇരിപ്പുണ്ട്. മൾട്ടി വൈറ്റമിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം അടിക്കും. പണ്ട് ഒരു ഹിമാലയ ഡ്രഗ് കമ്പനിയുടെ ഒരു ലീവ് 52 ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ മനോജ്? ലീവ് 52. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കഴിച്ചാൽ 52 ദിവസം വരെ, 52 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതിനാണ് ആ ലീവ് 52. എന്നിട്ട് കുറെ പേരെന്താ പറയാ, അത് കരളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് നേരെ ബാറിൽ പോയിട്ട് ഒരു 2 ലീവ് 52 കഴിച്ചിട്ട് പിന്നെ 2 പെഗും അടിക്കും. എന്തൊരു മണ്ടത്തരാന്ന് പറഞ്ഞാൽ ഈ പ്രബുദ്ധ മലയാളികളെ കൊണ്ട് തോറ്റുപോകും. എന്താണ് ഇത് കഴിച്ചിട്ടിരിക്കുന്നത്? അത് ലീവ് 52, അത് കരളിനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ അവിടെ ഈ ഗുളികളെ കഴിച്ച് അങ്ങനെ ചിരഞ്ജീവിയായിട്ട് നിൽക്കാന്നുള്ളതാണ് വിചാരം. Now, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ദി ബെസ്റ്റ് ഡോക്ടർ ഗീവ്സ് ദി ലീസ്റ്റ് മെഡിസിൻസ്. ഇത് എപ്പോഴാ പറയുന്നത്? പുള്ളി ജീവിച്ചിരുന്ന മരിച്ചത് 1790. അപ്പൊ എത്ര കൊല്ലായി? 235 കൊല്ലത്തിന് മുമ്പ് പറയാണ്. അന്ന് ഇത്രയും മരുന്നുകൾ ഇല്ലതാനും. അന്ന് ഇത്രയും മരുന്ന് ഇല്ലാത്ത ഒരു കാലത്തിലാണ് പുള്ളി പറയുന്നത്. ഇന്നാണെങ്കിലോ, ഇന്ന് അലോപ്പതി അവിടുത്തെ, ഞാൻ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ മാനുഫാക്ചറിങ് ഇപ്പൊ കേട്ടിട്ടില്ലാത്ത കാര്യം. ഞാൻ നാട്ടിലവിടെ പോകുമ്പോഴേക്ക് ഒന്നും കേട്ടിട്ട് പോലില്ല. 900 എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത അത്രയും ആണ് കമ്പനികൾ. ഒന്നും വേണ്ട, പണ്ടൊക്കെ ആണെച്ചാൽ വെറും 2 കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബാക്ട്രിം എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒന്ന് സെപ്ട്രാനും അടുത്ത ബ്രാൻഡ് നെയിം ബാക്ട്രിം. ഇന്നാണെങ്കിലോ എത്ര ഉണ്ട്. ഞാൻ ഇടയ്ക്കും മറിക്കൊക്കെ എൻ്റെ നാട്ടിൽ ചില ഫ്രണ്ട്സ് പറയും, ഇതിനെന്ത് കഴിക്കണം? അപ്പൊ ഞാൻ പറയും, എനിക്ക് ബ്രാൻഡ് നെയിം ഞാൻ നോക്കട്ടെ, എനിക്ക് അമേരിക്കയിലെ ബ്രാൻഡ് നെയിം അറിയാം. അപ്പോൾ ഉടൻ തന്നെ ആ ജനറിക് ഇട്ടിട്ട് ബ്രാൻഡ് നെയിം നോക്കും. ഇന്നാ പിടിച്ച ഒരു 10, 30, 40 കമ്പനി ബ്രാൻഡ് നെയിം. അത്രയും ഇതുണ്ട് മരുന്നുകളുടെ. സോ അതാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ലീസ്റ്റ് മെഡിസിൻസ് ബെസ്റ്റ് ഡോക്ടർ. ഐ വാസ് ലക്കി മാത്രമല്ല, ഞാൻ വന്നിട്ട് നല്ല ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഉടനെ ഫോളോ ചെയ്യും. ഞാനായി ഡോക്ടർ KN പൈ, എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പത്മശ്രീ ആദ്യമായിട്ട് കേരളത്തിൽ കിട്ടുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ 110 വയസ്സെങ്കിലും വരും. അപ്പൊ എൻ്റെ MBBS ഡേയ്സും അന്ന് അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഇതായിരുന്നു, HOD ആയിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് തന്നെ ഒരു അസുഖമായിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ കൺസൾട്ടേഷൻ പോകുന്നു. അതിന് മുൻപ് ഞാൻ വേറെ ഒന്നിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഡോക്ടേഴ്സ്. അവരെല്ലാം ഒരു 1/4 ഡസൻ മുതൽ 1/2 ഡസൻ മരുന്നാണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. സാറിൻ്റെ അടുത്ത് പോയി,
സാറ് കംപ്ലീറ്റ് നോക്കി എക്സാം ചെയ്തിട്ട് ഒരേ ഒരു മരുന്ന്, only one മെഡിസിൻ, കംപ്ലീറ്റ് ആയിട്ട് ശരിയാവുകയും ചെയ്തു. പിന്നെ ഞാൻ കണ്ടു, അതാണ് ക്ലോസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രിസ്ക്രിപ്ഷൻ 1 2 അതേ കാണത്തുള്ളൂ. ദ സെയിം വേ ഞാൻ പിന്നെ വർക്ക് ചെയ്ത ഡോക്ടർ PP ജോസഫ്, അദ്ദേഹവും വളരെ മിനിമലിസ്റ്റാണ്. എഴുതാണെന്ന് വെച്ചാൽ ശരിക്കും ആവശ്യമുള്ള മെഡിസിൻ മാത്രമേ എഴുതുള്ളൂ. ഒരിക്കൽ പോലും എൻ്റെ ഓർമ്മയിൽ PP സാറ് ഈ വിറ്റമിൻ ഗുളികളൊന്നും എഴുതി കണ്ടിട്ടില്ല കേട്ടോ. ഗുളിയൊന്നും എഴുതി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അവിടെ നാട്ടിൽ ഒരു ഇതെന്ന് അറിയാം, ആന്റി ഓക്സിഡന്റ്. ഒരു ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റ് പൊയ്ക്കഴിഞ്ഞാൽ അയാൾ ഒരു 1/2 ഡസൻ ഇത് എഴുതും. അതിൽ 2 3 മൾട്ടി വൈറ്റമിൻസും ഈ ആന്റി ഓക്സിഡന്റും ആയിരിക്കും. ആന്റി ഓക്സിഡന്റ് വിലയാണെച്ചല്ലോ 30-40 രൂപയ്ക്കാണ്. ഒരാവശ്യമില്ല. പക്ഷെ ഇതാണ് അവിടുത്തെ ഇതിന്റെ ഓരോന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട് താനും. ബാക്ക് ടു നമ്മുടെ ഇതിലോട്ട് വീണ്ടും വരികയാണ് എൻ്റെ സ്ലൈഡിൽ. ഐ വിൽ ടോക്ക് അബൌട്ട് തിങ്സ് യു ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറയും. അത് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ 1974 മുതൽ ഡോക്ടറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എത്ര കൊല്ലായി? 52 കൊല്ലം കേട്ടോ. സെഞ്ചുറി, ഹാഫ് എ സെഞ്ചുറി കഴിഞ്ഞു. അത് എവിടെയൊക്കെയാണ്? നാട്ടില്, ഇംഗ്ലണ്ടില്, അമേരിക്കയില്, ആയിരക്കണക്കിനോ 10,000-കണക്കിനോ അതോ ചിലപ്പോൾ ലക്ഷം ചിലപ്പോൾ കഴിഞ്ഞാണായിരിക്കും. അത്രയും രോഗികളെ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് മിക്കവർക്കും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തെന്നറിയാമോ? ഞാൻ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തപ്പോൾ 2 കൊല്ലം, ആ 2 കൊല്ലം ഞാൻ 15 ആശുപത്രിയിലാണ് വർക്ക് ചെയ്തത്. 1ഉം 2ഉം അല്ല. ഈ 15 ആശുപത്രിയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സുമായിട്ടും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രിസ്ക്രിപ്ഷനും ഇതെല്ലാം എനിക്ക് കാണാനായിട്ടുള്ള ആ ഒരു അനുഭവം അതുകൊണ്ട്. അമേരിക്കയിൽ ഞാൻ എത്രയാണ്? 6-8 ആശുപത്രി. ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണോ ഇംഗ്ലണ്ടിൽ 15 ആശുപത്രി വർക്ക് ചെയ്തത്? അല്ല, ഗതി കെട്ടിട്ടാണ്. ഞാനവിടെ പോകുമ്പോഴും 40 വയസ്സായി. മിക്കയിടത്തും മധ്യവയസ്കൻ, എനിക്ക് ജോലി തരുന്നില്ല. മധ്യവയസ്കൻ, അവർക്ക് പ്രായം കൂടി. അത് കാരണം ചെറുപ്പക്കാർക്കേ ജോലിയുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കഴിക്കണ്ടേ വല്ലതും? വായു ഭക്ഷണം വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അത് കാരണം ലോക്കം ടെമ്പററി ജോബ് എവിടെ കിട്ടുമോ അവിടെ എല്ലാം കയറും. ഒരു ആശുപത്രിയിൽ ഞാൻ 1 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, 3 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരാഴ്ച വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ 2 കൊല്ലം കൊണ്ട് 15 ആശുപത്രിയിൽ വർക്ക് ചെയ്തത്. എന്നിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാം ഉള്ള കാരണം ഞാൻ MRCP പരീക്ഷയെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും ഡോക്ടർമാർ നോക്കുമ്പോഴാണ് ഇന്ന് പിടിച്ച ചിലരൊക്കെ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, എടാ ഇത് എന്തിനാണ് ഇത്ര എഴുതിയിരിക്കുന്നത്? അമേരിക്കയിൽ അതുപോലെ തന്നെ. സോ ഈ ഇത്രയും എക്സ്പീരിയൻസിന്റെ ഇതുള്ളവരാണ് ഞാൻ ഈ ടോക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നതെല്ലാം ശരിക്കും ഓതന്റിക് ഇതാണ്. എല്ലാം നന്നായിട്ട് ഉറപ്പ് വരുത്തിയിട്ട് പറയുന്നത് 100% അത് ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാനൊരു ഡോക്ടർ ഹെഗ്ഡെ നിങ്ങൾ കേട്ടാണ്, ഞാൻ പറഞ്ഞേ പറ്റൂ. അങ്ങേര് സത്യം, അസത്യം, അർദ്ധസത്യം. അങ്ങേര് മിക്കപ്പോഴും അർദ്ധസത്യമായിട്ട് കളിക്കുകയാണ് അങ്ങേര്. ഞാൻ അങ്ങേരുടെ 2-3 വീഡിയോ ഉണ്ട്. എനിക്ക് അങ്ങേരെ കുറിച്ച് യാതൊരു പോസിറ്റീവ് ഇംപ്രഷനും ഇല്ല. അങ്ങേര് കൈയടി കിട്ടാനായിട്ടും 80 വയസ്സിന് ശേഷം റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ പോകുമ്പോൾ അതും അലോപ്പതി ഡോക്ടർമാരെ തെറി വിളിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് കുറെ ആൾക്കാർ വരും കേട്ടോ. ഡോക്ടർമാർ തെറി വിളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അലോപ്പതി, അത് കേൾക്കാനായിട്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് വരും. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ എസ് എന്നിട്ടെ. ഡോക്ടർമാരെ വിളിക്കഴിഞ്ഞാൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു എസ് ഇട്ടെ, കേൾക്കട്ടെ, ഞാൻ കാണട്ടെ. അപ്പൊ അങ്ങനെയാണ് ഈ ഡോക്ടർ ഹെഗ്ഡേക്ക് ഒരു 500-1000 പേര് വന്നിരിക്കും. അങ്ങേര് മറ്റേ നല്ല കമ്മ്യൂണിക്കേറ്ററാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉഗ്രൻ. എനിക്ക് 1-2 എനിക്ക് ഫോർവേഡ് ചെയ്ത ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങേര് കുറേയൊക്കെ എല്ലാം കംപ്ലീറ്റ് പറയുന്നത് ശരിയല്ല. ബേസിക് ഇതുപോലും അങ്ങേര് മറന്നു പോയി കഴിഞ്ഞു. പണ്ടത്തെ ബയോകെമിസ്ട്രിയും എല്ലാം മറന്നിട്ട്. പക്ഷെ അങ്ങേർക്ക് മണിപ്പാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്നു. അങ്ങേർക്ക് മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷണോ കേഷണോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ജനം അങ്ങോട്ട് കണ്ണു അടച്ച് അങ്ങേര് പറയുന്നതിന് വിശ്വസിക്കും.
അത് വെച്ചുകൊണ്ട് ആ അങ്ങേര് ആൾക്കാരെ മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ ഇത് രണ്ടും വെച്ച് കളിക്കുകയാണ്. ഞാനത് ചെയ്യാറില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ട്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഹെഗ്ഡെ എവിടെയെങ്കിലും സ്റ്റേജ് ഉണ്ടെങ്കിൽ അവിടെ ഞാനും കയറി നിന്നുകൊണ്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് എനിക്ക് ഹെഗ്ഡെ ഒരു 10 ചോദ്യം ചോദിക്കണമെന്നുണ്ട്. എന്നിട്ട് അങ്ങേര് എന്ത് പറയുമെന്ന് അറിയാനായിട്ട്, അങ്ങേരെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട്. കേട്ടോ, എനിക്കൊരു ചെറിയൊരു ആഗ്രഹമാണ്, ചിന്ന ആശയം. കേട്ടോ മനോജ്, അത് വരുമ്പോൾ ഒന്ന് ശരിയാക്കി തരണേ. ആ ചിന്ന ആശയം ഹെഗ്ഡെ പബ്ലിക്കായിട്ട് എന്നെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ. സോ യു ഡോണ്ട് നോ, യു മൈറ്റ് നോ. അറിയാമായിരിക്കാം, എന്നാൽ യു ആർ നോട്ട് ഷുവർ. ആൻഡ് ഐ വിൽ ടോക്ക് അബൌട്ട് തിങ്സ് യു മസ്റ്റ് നോ, അറിഞ്ഞിരിക്കേണ്ട കാര്യം. മൈ വെബിനാർസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, സ്റ്റോറീസ്, കോട്സ്, ബുക്സ്. ഈ ഇതിന് റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ എത്ര ബുക്സ് ഉണ്ടെന്നൊക്കെ നോക്കും. കുറേ ഉണ്ട് ബുക്സ്. 1-2 മാത്രം എക്സാമ്പിൾ കാണിക്കുകയാണ്. മെഡിസിൻസ് ദാറ്റ് കിൽ, പിൽസ്, പ്രോഫിറ്റ്സ് ആൻഡ് പോളിറ്റിക്സ്. അതിൽ ഡ്രഗ് ഇൻഡസ്ട്രി, ഫാർമ ഇൻഡസ്ട്രി ഏറ്റവും ഗ്രീഡി ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഏറ്റവും ഗ്രീഡി. അവർ മരുന്നുണ്ടാക്കുന്ന എന്തിനാണ്? ലാഭങ്ങൾ, ലാഭം. ഇവിടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. ഫാർമ ഇൻഡസ്ട്രി സോ പവർഫുൾ. അവര് ഡോക്ടർമാരെ പൈസ കൊടുത്ത് വിലക്കെടുക്കും. എന്നിട്ട് ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടാക്കുന്ന മിക്കതും അവർക്ക് വേണ്ടി എഴുതിയാണ്. അവർക്ക് വേണ്ടി ഒരു ഇതുമില്ലാതെ, ഷെയിമില്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ എന്ന ഒരുപാട് ഡോക്ടേഴ്സാണ് ഞാൻ കാണുന്നത്. ആദ്യകാലത്തേക്ക് ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു. അമേരിക്കയിൽ ഞാൻ വന്നപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ എല്ലാം ഉഗ്രനെല്ലാം ക്ലീൻ ആണ്, എല്ലാം കറക്റ്റ് ഒന്നും ഇല്ല, ട്രാൻസ്പാരന്റ് ആണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്ന, അയ്യോ അയ്യോ, ഇത് കംപ്ലീറ്റ് തരികിട പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. കേട്ടോ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ അവര് പ്രോഫിറ്റിനാണ്. ഒന്നും വേണ്ട, കോവിഡ് വാക്സിൻ തന്നെ എന്തോന്നാണ് അത്, ഞാൻ പണ്ട് 2 തവണ പറഞ്ഞിട്ടുള്ളതാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഫൈസർ ഉണ്ടാക്കിയത്. അതിന്റെ കൂടെ എന്താണ്, ഉടനെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി, അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. ഇത് കുത്തിവെച്ചിട്ട് ആർക്കും ഇമ്മ്യൂണിറ്റി ഇല്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി. ഈ വാക്സിൻ കൊണ്ട് ആരെങ്കിലും തട്ടിപ്പ് കഴിഞ്ഞാൽ അവരുടെ പുറത്ത് കേസിടാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഗേവ് ദം ദ ഇമ്മ്യൂണിറ്റി. ആർക്കും അവരുടെ പുറത്ത് കേസിടാൻ പറ്റത്തില്ല. ഡു യു നോ ദാറ്റ്? അപ്പൊ എന്തൊരു സുഖമാണ്. അതായത് അവർ കൊടുക്കുന്ന വാക്സിൻ കൊണ്ട് മരിച്ചാൽ അവർക്ക് സുഖമായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കണ്ട. സോ ദാറ്റ് ഈസ് ഹൗ ദേ മാനിപ്പുലേറ്റ്. ദേ ആർ സോ പവർഫുൾ. മേ ബി ഇറ്റ് ഈസ് യുവർ മെഡിക്കേഷൻസ്. ഇത് എന്റെ ഓൺ കോട്ട്. മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആർ ഡേഞ്ചറസ് ഫോർ ഹെൽത്ത് ആൻഡ് ലൈഫ്. അത് തന്നെയാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് പറഞ്ഞതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനെ എൻ്റെ സ്വന്തം ഇതാക്കി ഇട്ടേക്കാണ്. മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ്, മൾട്ടിപ്പിൾ ഡ്രഗ്സ്. ഞാൻ റിയൽ എക്സാമ്പിൾസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി റിയൽ എക്സാമ്പിൾസ്, ലൈഫ് സ്റ്റോറീസ്. എന്താണ് ഡ്രഗ്? എനി കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ആൾട്ടേഴ്സ് ഹൗ ദി ബോഡി ഓർ മൈൻഡ് ഫങ്ഷൻസ്. അതാണ് ഞാൻ പറഞ്ഞത്. എനി അലോപ്പതി, ആയുർവേദം, സിദ്ധ, എന്തായാലും അത് ഒരു ഡ്രഗാണ്. നമ്മുടെ കോഫി, കഫീൻ ഇസ് എ ഡ്രഗ്. ആൽക്കഹോൾ ഇസ് എ ഡ്രഗ്. നിക്കോട്ടിൻ ഇസ് എ ഡ്രഗ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 8 ഗ്ലാസ് കാപ്പി കുടിക്കുന്നു, 4 ടിക്കാഷൻ ഇൻസ്റ്റന്റ് കാഫി. യെസ്, ഇറ്റ് ക്യാൻ ഹർട്ട് യു, ഹാം യു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഇന്ന് പാവം ചെറുപ്പക്കാർ, പിള്ളേര് അവരെ കളിപ്പിക്കുന്നത് അറിയാം. എനർജി ഡ്രിങ്ക്സ് കണ്ടിട്ടുണ്ടോ മനോജ്? എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് സ്റ്റിങ്, ബാങ്, കുറേ എണ്ണം മാർക്കറ്റിലുണ്ട്. റെഡ് ബുൾ, കേട്ടോ, ചുവന്ന കാള, കേട്ടോ, ആ ചുവന്ന കാള, റെഡ് ബുൾ, അങ്ങനെ കുറേ എണ്ണം എനർജി ഡ്രിങ്ക്സ്. ഇവർ വിചാരിച്ച നല്ല എനർജി. യെസ്, എന്താണ് അതിനകത്ത് കൂടുതലുള്ളത്? മറ്റ് സാധാരണ നമ്മൾ കാപ്പി കുടിക്കുന്നതിന് 50 മുതൽ 70 മില്ലിഗ്രാം ആണ് കഫീനെങ്കിൽ ഇതിൽ അപ് ടു 300 മില്ലിഗ്രാം കഫീനാണ്. 300 മില്ലിഗ്രാം വരെ. അപ്പോൾ 2-3 കഴിക്കുമ്പോൾ ടോക്സിക് കഫീൻ്റെ. ആൻഡ് കഫീൻ ക്യാൻ കാസ് അരിത്മ്യ, ഇറഗുലർ ഹാർട്ട് ബീറ്റ്. കഫീൻ ബ്ലഡ് പ്രഷർ കൂട്ടും. ചെറുപ്പക്കാർക്ക് തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു. ഇവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ചില അവിടെ ഔട്ട്സൈഡിൽ
വെയിറ്റ് ചെയ്യുന്ന അവിടെ ലൗഞ്ചിൽ അവിടെ ഒരു മറ്റേ ഫ്രീ ആയിട്ട് കാഫി മെഷീൻ വെച്ചിട്ടുണ്ട്. സാധാരണ രോഗികളെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്ന് കാപ്പി കുടിക്കും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ നേഴ്സ് ബ്ലഡ് പ്രഷർ എടുക്കുമ്പോൾ ബ്ലഡ് പ്രഷർ എന്താ പിടിച്ചത് 180 110 180 110. അപ്പോൾ ഉടനെ തന്നെ എന്നെ അലർട്ട് ചെയ്യും, ഡോക്ടർ ഈസ് ബ്ലഡ് പ്രഷർ 180 110. അത് വലിയ പ്രശ്നമാണ്. ഉടനെ ഞാൻ പറയും, ആസ്ക് ഹിം വെദർ ഹി ഹാഡ് കോഫി വൈൽ ഹി വാസ് വെയിറ്റിംഗ്. ചോദിക്കും, മിക്കവരും ഉണ്ട്. ഫ്രീ ആയിട്ട് കാപ്പി കിട്ടല്ലേ, അടിച്ചിരിക്കുകയാണ്. ബ്ലഡ് പ്രഷർ മോളിൽ കയറി. ഉടനെ എനിക്ക് മെനക്കേടായി. ഞാൻ പറയും, ഓക്കെ ലെറ്റ് us take ഒരു റിപ്പീറ്റ് ദി ബ്ലഡ് പ്രഷർ ആഫ്റ്റർ 1 hour. ആസ്ക് ഹിം ടു വെയിറ്റ് ആഫ്റ്റർ ഐ സീ ഹിം. അപ്പൊ അവനും മെനക്കേടായി, അവനും പോകാൻ പറ്റത്തില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ നേരെ താഴെ വരും. ഞാൻ അഡ്രസ് ചെയ്ത് പറ്റൂ. ഞാൻ അതിനെ നോർമലായി അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റീഡിങ് അവിടെ നേഴ്സ് എഴുതി വെച്ചിട്ട് അയാൾ അങ്ങോട്ട് വഴി പോയിട്ട് വേറെ വണ്ടി ഇടിച്ച് മരിച്ചാലും എന്തെങ്കിലും മരിച്ചാലും ഇറഗുലർ ഹാർട്ട് മരിച്ചു കഴിഞ്ഞാലും പിന്നെ ഞാൻ ഈ വെബിനാറിന് ഇവിടെ കാണത്തില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ജയിലിലിരുന്ന് കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മറിയമ്മ ജോണൊക്കെ വന്ന് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചോദിച്ചു വേണം ഇങ്ങനെ ഏത് ജയിലിലാണെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഗോതമ്പുണ്ട, ഇവിടെയാണെങ്കിൽ അതിന് വേറെ ഒരു ഡോനറ്റ് എന്ന് പറയും, അതാണ് തരുന്നത് കേട്ടോ. വട പോലെ ഇരിക്കും. അത് കഴിച്ചുകൊണ്ട് ഞാൻ കിടക്കേണ്ടി വരും. അപ്പൊ എന്തൊരു മെനക്കേടാണ്. ജസ്റ്റ് കോഫി. ഈ എക്സാമ്പിൾ ഓർക്കണം, നിസ്സാരമല്ല കോഫി. പക്ഷെ അറിയുന്നില്ല, ചെറുപ്പക്കാരെ അറിയുന്നില്ല. അതൊരു അത്ലറ്റ്സ് ആണ്. അവൻ സ്പോർട്സിന്, അവൻ ക്രിക്കറ്റ് കളി മാച്ച് കാണാൻ പോകുന്നു, ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു, ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. അവൻ 2 എനർജി ഡ്രിങ്ക് എല്ലാം അടിച്ച് ഇതൊക്കെ ആയിട്ട്. ഇന്ന് ചെറുപ്പക്കാർ എത്ര പേരാണ്. ചിലർ തന്നെ ജിമ്മിൽ വെച്ച് തന്നെ മരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ പുനീത്ത് എന്നൊക്കെ പറഞ്ഞല്ലേ, ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചവർ എത്ര പേരുണ്ട് ചെറുപ്പക്കാർ. എന്താണ്? മിക്കവാറും ഇതേപോലെ എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ച പോയിരിക്കുന്നത് ജിമ്മിൽ എല്ലാം കൂടെ ഇതാക്കി. അപ്പൊ അതും ഇതും രണ്ടും കൂടെ ചേർന്നപ്പോൾ അങ്ങ് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് എല്ലാം അങ്ങ് പോയി. ആള് വടിയായി. വീട്ടിലെ ഫോട്ടോയിൽ 0 വാട്ട് ബൾബും ഒരു പ്ലാസ്റ്റിക് മാലയും. ശരിയല്ലേ ശ്രീമാനാരിജി? എന്നിട്ട് എല്ലാവരും ആശ്ചര്യപ്പെടും, നല്ല ഇതായിരുന്നല്ലോ, നല്ല ബോഡി ആയിരുന്നല്ലോ, എങ്ങനെ അയാൾ അവിടെ മരിച്ചു? അയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. എന്തൊക്കെ സംഭവിക്കുന്നു? ഇങ്ങനെ കുറെ ഇതാണ്. ഇത്രയും ഞാൻ എക്സാമ്പിൾ നീട്ടി പറയുന്നതിന് കാരണം, നിങ്ങൾ ഈ വീഡിയോ, ഇന്നത്തെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള സ്വന്തക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീട്ടി ഞാൻ പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ മറിയാമ്മജി? മനസ്സിലായോ? Yes. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉദാഹരണ സഹിതം എല്ലാം പറയുന്നത്. US റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ഗ്ലോബൽ ഓവർഡോസ് ഡെത്ത്സ്. അമേരിക്കയാണ് ലീഡേഴ്സ്. ഇത് എൻ്റെ ഓൺ ഇതാണ്, കൊട്ടേഷനാണ്. മോർ ഡോക്ടേഴ്സ്, മോർ പിൽസ്. മോർ പിൽസ്, മോർ ഇൽസ്. മോർ ഇൽസ്. പിന്നെ പുതിയ ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ആ ലക്ഷണമായിട്ട് ഡോക്ടർ പോകുമ്പോൾ അങ്ങനെ വേറെ കൂടുതൽ എഴുതരും. അങ്ങനെ ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് മാറും, എൻഡ്ലെസ് ലൂപ്പ്. ഇനി ഇതിനെ ടിപ്പിക്കൽ എക്സാമ്പിൾ കൂടെ പറയാം. ഇത് ഞാൻ നാട്ടിലൊരു 5.5 കൊല്ലം ഉണ്ടായിരുന്നു, 2009 മുതൽ 2015. അതാണ് ചിലർ ഇങ്ങനെ അമേരിക്ക ഇരിക്കുന്നു ചുമ്മാ കയറി പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ കേട്ടാ, ഇങ്ങനെ അവിടെ നിന്ന് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അടുത്ത എനിക്ക് അവിടെ കാര്യമെല്ലാം നന്നായിട്ട് അറിയാം. 5.5 കൊല്ലം. എന്നിട്ട് ഇപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ ഒരുപാട് പേരായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ഉള്ളത് കാരണം ചിലർ ഒരു ഫ്രീ കൺസൾട്ടേഷൻ, എന്നെ ഒരു പൈസ ചിലവില്ലല്ലോ. അതാണ് അവരവിടെ നാട്ടിൽ 2 ഡോക്ടർമാരെ കണ്ടിട്ട് ഒരു 3ാമത്തെ ഫ്രീ ഒപ്പീനിയനെ എനിക്ക് വാട്സാപ്പിൽ അവർ പ്രിസ്ക്രിപ്ഷൻ അയച്ചു തരും, ലാബ് റിസൾട്ടും. ഒന്ന് നോക്കിയിട്ട് പറയണേ എന്നുള്ളത്. അങ്ങനെ എനിക്കറിയാം. അങ്ങനെ നോക്കുമ്പോഴാണ് എന്നാ പിടിച്ചോ ഒരു ഒരു ഓർഡിനറി എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ. മുട്ടുവേദനയ്ക്ക് നേരെ ഒരു ഓർത്തോപീഡീഷ്യനെ കണ്ടു. അങ്ങനെ പെയിൻ കില്ലറായിട്ട് നോൺ സ്റ്റിറോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. നിങ്ങൾക്ക് ഓർത്തോപീഡിക്സുകാർക്ക് കുറെ പേർക്ക് നിങ്ങൾക്ക് ഹോമിയോ ആണെങ്കിൽ അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ബ്രൂഫൻ എന്ന് പറയും, ഓവറാൻ എന്ന് പറയും, കേട്ടിട്ടില്ലേ? ഓവറാൻ, ബ്രൂഫൻ, ഇതൊക്കെ വരുന്നത്. ബ്രൂഫൻ വന്നിട്ട് ഡൈക്ലോഫെനാക് അല്ല, അത് ഐബുപ്രോഫനാണ്. അപ്പോൾ അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതിൻ്റെ കൂടെ തന്നെ ചിലർ ഐബുജെസിക് പ്ലസ് എന്നുണ്ട്. അപ്പോൾ അതിൽ ഇതുണ്ട്, അതിൻ്റെ കൂടെ പാരസെറ്റമോളും ഉണ്ട്. പോരെ? ഓവറാൻ SR, പാരസെറ്റമോളും ഉണ്ട്, ഇതുമുണ്ട്, 2 എണ്ണം കൂടെ കയറി. അപ്പോൾ അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വന്നിട്ട് ശരിക്കും കിഡ്നിക്ക് ഏറ്റവും ടോക്സിക് ആണ്, ദി NSAID. മറ്റേ പാരസെറ്റമോൾ കരളിനും ലിവറിനും.
എന്നിട്ട് അങ്ങനെ ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിന് പോകുന്നു, അല്ലെങ്കിൽ ഗ്യാസ്ട്രോളജില്ല, ഒരു ന്യൂറോളജിസ്റ്റിന് പോകുന്നു, തലവേദന. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് അറിയാം, ഓരോ അവയവത്തിനും ഓരോ ഡോക്ടറെ കാണാനായിട്ടാണ് പ്രബുദ്ധ മലയാളി നിൽക്കുന്നത് കേട്ടോ. ഇത് ഇടത്തെ ചെവി ഉണ്ടെങ്കിൽ ഇടത്തെ ചെവിയിൽ ENT ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ പോകും, വലത്തെ ചെവിക്ക് വലത്തെ ഡോക്ടർ ഉണ്ടെങ്കിൽ അങ്ങേരെ കാണാനും പോകും കേട്ടോ. അപ്പോൾ തലവേദനയ്ക്ക് പോയി. അപ്പോൾ ന്യൂറോളജിസ്റ്റ് ഉണ്ടെന്ന് അറിയും, അങ്ങേരെ ഉടനെ വേറൊരു ബ്രാൻഡ് നെയിം. ഇങ്ങേരെ ഇരിക്കുന്നത് ഓവറാനാണെന്നുണ്ടെങ്കിൽ അങ്ങേര് വന്നിട്ട് ഡൈക്ലോജെസിക് എന്നോ വല്ല എഴുതി കൊടുക്കും. ഈ രോഗിക്ക് അറിയാമോ ഇതിനകത്ത് രണ്ടിനകത്തുള്ളത് സെയിം ഇതാണെന്നുള്ള അറിയത്തില്ല. രണ്ടും കൂടെ കഴിക്കുമെന്നായി ഓവർഡോസ്. ഓൾറെഡി കിഡ്നി ആ കൂടി സ്ട്രഗിൾ ചെയ്യാണ് ഇതിനെ ഇത് ചെയ്യാനായിട്ട്, മെറ്റബോളൈസ് ചെയ്ത് പുറത്തു വിടാനായിട്ട്. ഈ ഓവർഡോസ്. അത് മാത്രമല്ല, 5 ദിവസമായി കഴിക്കാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ ഇന്നാ പിടിച്ചോ മാസങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കും. വേദന കുറച്ച് കുറഞ്ഞു. അത് കാരണം ഇത് കഴിക്കുമ്പോൾ ഇന്നൊരു സുഖമുണ്ട് കേട്ടോ. ഇനി അത് കാരണം അടുത്ത വേദന വരാതിരിക്കാനായിട്ട് അതെല്ലാം കൂടെ ആകുമ്പോൾ കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി. നിങ്ങൾക്ക് എത്ര അറിയാം കേരളത്തിൽ എത്ര രോഗികളാണ് ഡയാലിസിസ് എടുക്കുന്നതെന്ന് അറിയാമോ? അറിഞ്ഞുകൊണ്ടെങ്കിൽ ഒരു എണ്ണട്ടെ. ഇതെല്ലാം ഞാൻ റിസർച്ച് ചെയ്തതാണ്. കേരളത്തിൽ 40 കൊല്ലത്തിന് മുൻപ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പോകുമ്പോൾ അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഡയാലിസിസ് സെന്റർ പോലും പ്രൈവറ്റ് ആയിട്ട് ഇല്ല. ഹീമോ ഡയാലിസിസ് ഒരെണ്ണം പോലും ഇല്ല. ഇന്നിപ്പം കേരളത്തിൽ ആ റിപ്പോർട്ടാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാം പറഞ്ഞാണ്. അത് പിയാനോ ജോർജ് വീണ ജോർജ് എത്ര 2 ലക്ഷത്തിനടുത്താണ്, 1,93,000. ഇത്രയും പേരുടെ കിഡ്നി പോയിട്ട് ഇവരെല്ലാം ഡയാലിസിസ് ചെയ്തുകൊണ്ട് ഒരു ഡയാലിസിന് കൊടുക്കേണ്ടി വരുന്നത് ചെലവ് 1,500 മുതൽ 2,000 രൂപ വരെയാണ്. ആഴ്ചയിൽ 3 തവണ ചെയ്യണം, ഒരു മാസം 12 തവണ. അപ്പോൾ എത്രയായി? 20,000 രൂപയായി. വീടും പുരയിടവും എല്ലാം വിറ്റ് ഒരു പരുവത്തിലാവും. ഇതെല്ലാം വരാൻ കാരണം എന്താണ്? മിക്കപ്പോഴും ഓവർഡോസ്, മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ്, ഇതിന്റെ ഇത് കൺവിൻസ്ഡ് ആയെങ്കിൽ ഒരു ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്നത് റിയൽ എക്സാമ്പിൾ ആണ്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. കൺവിൻസ്ഡ് ആയോ? ഒരു ചെയ്യട്ടെ. മറിയാമ്മച്ചി ഇങ്ങനെ നോക്കി നിൽക്കാതെ അന്തം വിട്ട് വരട്ടെ ഒരു ഇങ്ങനെ. അപ്പോഴങ്ങനെ ഈ ഓവർഡോസ് ഇവരൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് 3 തവണ ആവർത്തിച്ചു പറയുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് പാടില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം ഈ പറയുന്ന ഈ ഡോക്ടർ എഴുതുന്ന ഈ ഓർത്തോ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന്റെ പേര് ഇദ്ദേഹം എബ്രഹാം വൈദ്യൻ, ഓർത്തോ ഡോക്ടർ എന്ന് വെച്ചാൽ അലോപ്പതി. അദ്ദേഹം എഴുതുന്നത് മറിയാമ്മ ജോൺ ന്യൂറോളജിസ്റ്റാണ്. അവർ ഈ വൈദ്യൻ ഇങ്ങനൊരു ടാബ്ലറ്റ് എഴുതുന്നത് മറിയാമ്മ ജോൺ അറിയുന്നില്ല. മറിയാമ്മ ജോൺ ഇപ്പൊ രണ്ടുപേരും അറിയുന്നേ ഇല്ല. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ വരികയാണ്. ക്ലിയർ? ഡ്യൂപ്ലിക്കേഷൻ. അതേപോലെ ആസിഡ് റിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേഷൻ. പാൻഡോപ്രസോൾ എന്നുള്ളത് ഞാൻ കുറെ കണ്ടു കഴിഞ്ഞു. ഞാൻ പാൻഡോപ്രസോൾ പണ്ട് ജലൂസിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ജലൂസിലൊന്നും ഇല്ല കേട്ടോ. ജലൂസിൽ അവരുടെ എല്ലാം ആപ്പീസ് പൂട്ടി, ആ കച്ചവടം എല്ലാം പോയി. പാൻഡോപ്രസോൾ എഴുതി കൊടുക്കും. അത് പാൻഡോസിഡ്, പാൻഡോസെക്ക്, പാൻഡൻ എന്നൊക്കെ പറഞ്ഞ് പല ബ്രാൻഡ് നെയിമിൽ. അപ്പോൾ നമ്മുടെ ഡോക്ടർ ജയചന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഇത് പോകുമ്പോൾ അദ്ദേഹം ഒരു പാൻഡോസിഡ് എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ഇസ്മായിൽ സേട്ടനത്ത് പോകുന്നു. അദ്ദേഹം അവന്റെ പാൻഡോ സെക്ക് എഴുതി കൊടുക്കുന്നു. അപ്പോൾ രണ്ടും സെയിം ഇതാണ്. രോഗി അറിയുന്നുണ്ടോ? ഇല്ല. ഈ ഇസ്മായിൽ സേട്ടിയും ജയചന്ദ്രൻ ഇവരും അറിയുന്നില്ല. ഇയാൾ നേരത്തെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഓവർഡോസ് ആയി. ഇത് വന്നിട്ട് കംപ്ലീറ്റ് വയറ്റിലെ ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ല. വയറ്റിനകത്ത് ആസിഡ് എന്ന് പറഞ്ഞ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനൊരു പർപ്പസ് ഉണ്ട്, ഗ്യാസ്ട്രിക് ആസിഡ്. അത് സപ്രസ് ചെയ്ത് ഇയാൾ മാസങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് കൂടെ നമുക്ക് ഡിസെൻട്രി, ഷിഗല്ല ഒക്കെ ഇപ്പോൾ വരുന്ന കണ്ടിട്ടില്ലേ? ഷിഗല്ല എന്നൊക്കെ വേറെ കുറെ ഡിസെൻട്രി ഒക്കെ. ഈ ആദ്യത്ത് വരുമ്പോൾ ഈ ആസിഡ് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവിടെ ആസിഡ് ഇരിക്കുന്നത്. കുറെ വൈറസിനെ എല്ലാം കൊല്ലാനായിട്ട് വൈറസ് എല്ലാം ഉണ്ട്. അത് കാരണമാണ് ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഛർദലും ഗ്യാസ്ട്രൈറ്റിസും എല്ലാം ആയിട്ട് ആശുപത്രിയിൽ പോയി കിടക്കും, ഡോക്ടറെ കാണും. ഇതെല്ലാം ബിക്കോസ് ഓഫ് ഓവർഡോസ്. എക്സാമ്പിൾസ് പിടികിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ.
പാരസെറ്റമോൾ വളരെ സേഫ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പാരസെറ്റമോളിനെ കുറിച്ച്. പാരസെറ്റമോൾ അവിടെ എന്താണ്? ഞാനൊക്കെ പണ്ടുണ്ടായിരുന്നപ്പോൾ അവിടെ ഒന്നിൽ ഒരു ക്രോസിൻ എന്നുള്ള ബ്രാൻഡ് നെയിം, അല്ലെങ്കിൽ കാൽപോൾ. ഒരു ടാബ്ലറ്റ് 500 മില്ലിഗ്രാം ആണ് സ്ട്രെങ്ത്. ഡോസ്, ശരിക്കുള്ള ഡോസ് 500 മില്ലിഗ്രാം മതി. അത് മാറിയിട്ട് ഇപ്പോഴെന്താണ്? ഒരു ഡോളോ ഓർക്കാൻ എളുപ്പമാണ് ജനത്തിന്. 650 മില്ലിഗ്രാം ആണ് ക്യാപ്സൂൾ. 500 മതി, 650. അത് തന്നെ രണ്ടും വെച്ച്, അല്ലെങ്കിൽ രണ്ടോ വെച്ച് 3-4 തവണ കഴിക്കുമ്പോൾ ഒരു ദിവസം ഒരു 2 ഗ്രാമിന് കൂടുതൽ വേണ്ട. ഇവിടെ തന്നെ 5 ഗ്രാം കഴിഞ്ഞു. പിന്നെ അത് ലിവറാണ് മെറ്റബോളൈസ് ചെയ്യുന്നത്. ആ ലിവറിന് നമ്മുടെ നാട്ടിൽ പ്രബുദ്ധ കേരളം എന്താണ്? ബിവറേജസ് കോർപ്പറേഷൻ, ലിക്കറാണ് നമ്മുടെ റവന്യൂ. കേരള ഗവൺമെന്റ് എല്ലാം ജീവിച്ചു പോകുന്നതല്ല ഇതാണ്. അപ്പം ആൽക്കഹോൾ തന്നെ ലിവറിന് ഡാമേജ് വരികയാണ്. മിക്കവരുടെയും ലിവർ എല്ലാം അത്ര നന്നായിട്ടൊന്നും വർക്ക് ചെയ്യുന്നതല്ല. അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു, അതിൻ്റെ കൂടെ ഈ പാരസെറ്റമോളും കൂടെ കഴിച്ച്, ഡോളയും കൂടെ കഴിച്ചു വരുമ്പോൾ ലിവർ ഫെയിലിയർ. ഇന്ന് തന്നെ അവിടെ ഇപ്പോഴും നാട്ടില് അമൃത ഹോസ്പിറ്റലാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്. അവിടെ ഒരു ഫേമസ് ഒരു ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ഉണ്ട്. അവിടെ എത്ര പേരെന്നറിയാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റിന്. ഇതൊക്കെ എങ്ങനെ വന്നു? പണ്ട് കിഡ്നി ഡയാലിസിന് ആർക്കും പ്രശ്നമില്ല, ലിവർ ട്രാൻസ്പ്ലാന്റും ഇതേ വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും പൂർണ്ണമായിട്ടും ബോധ്യമായോ എൻ്റെ ഈ ടോക്കിന്റെ റിലവൻസ്? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ ഒരു യെസ് ഇട്ടെ. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നാട്ടിലെ. ഗുരുതരം. ഇതിനെക്കുറിച്ച് ആരാ സംസാരിക്കുന്നത്? എന്നെ പോലെ വളരെ അപൂർവം എല്ലാവരും സംസാരിക്കും. എൻ്റെ ഈ ടോക്ക് അലോപ്പതി ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരുടെ നമ്പർ 1 ശത്രുവായിട്ട് മാറുകയും ചെയ്യും. നമ്പർ 1 ശത്രു. അപ്പോഴവർ പറയാം, അപ്പോൾ എടാ എൻ്റെ ഇവൻ കഞ്ഞിയിൽ പാറ്റയിടുന്നാണല്ലോ, ഇവൻ പറയുന്നു സ്പെഷ്യലിസ്റ്റ് ഒന്നും പോകരുത്, ഒരു ജനറൽ മെഡിസിൻ MBBS MD മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടുകയാണ്. അപ്പോൾ ഇയാൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ എങ്ങനെ വിടാൻ പറ്റും? അല്ലേ വൈദ്യൻജി? തോമസ് വൈദ്യൻജി, എബ്രഹാം വൈദ്യൻജി, ശരിയല്ലേ? എൻ്റെ അടുത്ത് ദേഷ്യം വരത്തില്ലേ? ദേഷ്യം വരുമോ ഇല്ലയോ? അതാണ് ഇതിൻ്റെ ഇത്. സത്യം പറഞ്ഞേ പറ്റും. ആരെങ്കിലും വിളിച്ച് പറയണമല്ലോ. ഞാൻ പറയാണ്. ഇവിടുത്തെ ഡേറ്റ അമേരിക്കയിലെ ഡേറ്റയാണ്. നമ്മുടെ നാട്ടിൽ ഈ ഡേറ്റ ഒന്നും കിട്ടത്തില്ല. 50,000 പേരാണ് കാഷ്വാലിറ്റിയിൽ വരുന്നത് എവറി ഇയർ ബിക്കോസ് ഓഫ് പാരസെറ്റമോൾ റിലേറ്റഡ് ടോക്സിറ്റി സിംറ്റംസ് ആയിട്ട്. അതിൽ 30,000 പേര് ഗെറ്റിംഗ് അഡ്മിറ്റഡ്. അതിൽ 400 മുതൽ 500 പേര് തട്ടിപ്പോകുന്നു. അതിൽ മോർ ദാൻ 50%, നിയർലി 50% ഓൾ അക്യൂട്ട് ലിവർ ഫെയിലിയർ പാരസെറ്റമോളുണ്ട്. ഇത് ഇത്രയും കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഷോക്കായോ ഇല്ലയോ? ഷോക്കായെങ്കിൽ ഒന്ന് ഷോക്ക് എന്നിട്ടേ. ഷോക്കായോ ഈ ഡേറ്റ മിക്കവരും അറിഞ്ഞുകൂടാ. എൻ്റെ അവിടെ നാട്ടിലുള്ള അലോപ്പതി ഡോക്ടർമാർക്ക് ഒരു പുണ്ണാക്കം അറിഞ്ഞൂടാ ഇതിനെക്കുറിച്ച്. ഞാൻ ഉള്ളതായിട്ട് പറയാം, ഒരു പുണ്ണാക്കം അറിഞ്ഞൂടാ. ഷോക്കിങ്. എല്ലാം സേഫ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ എന്ന് പറയും. പനി വരുമ്പോഴേ ഡോളോ വാങ്ങിച്ച് കഴിച്ചാൽ മതി കേട്ടോ, മേലുവേനയ്ക്ക്. അതുകൊണ്ട് എത്ര അത് പേഷ്യൻ്റ് വിചാരിക്കും ഒരു കുഴപ്പമില്ല, ഡോളോ ശരി വാങ്ങിച്ച് കഴിക്കുന്നു, ഡോളോ അങ്ങനെ മോളിൽ പോവാം കേട്ടോ. പ്ലാസ്റ്റിക് മാല വീട്ടിൽ വാങ്ങിച്ച് വെച്ചേക്കണം, 0 വാട്ട് ബൾബ് വാങ്ങിച്ച് വെച്ചേക്കണം കേട്ടോ. രണ്ടും വേണം. വലിയൊരു ഫോട്ടോയും നേരത്തെ എടുത്ത് വെച്ചേക്കണം കേട്ടോ, ലാസ്റ്റ് മിനിറ്റ് ചെന്ന് തപ്പുന്നതിന് പകരം. റിസ്ക് ഇന്റൻസിഫൈസ്. ഇത് കൂട്ടുന്ന റിസ്ക് ആർക്കാണ് കൂടുതൽ വരുന്നത്? എബോവ് ദി ഏജ് ഓഫ് 65. വൈ എബോവ് ദി ഏജ് ഓഫ് 65? അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രൈലിറ്റി, മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന വീക്കായിരിക്കുന്നവർ, ഓൾഡ് ഏജിലുള്ള ഫ്രൈലിറ്റി അവർക്ക്. കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്, ഓൾഡ് ഏജിൽ തന്നെ കുറച്ച് മെമ്മറി ഒന്നും ഷാർപ്പായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളത്, മറവി രോഗവും, മൾട്ടിപ്പിൾ പ്രിസ്ക്രൈബേഴ്സ്, അത് വരുമ്പോഴും ഇതായി. എന്നിട്ട് ഓൾഡ് ഏജ് വരുമ്പോൾ തന്നെ കിഡ്നി ഫങ്ഷനും നാച്ചുറലായിട്ട് തന്നെ പ്രായം ആകുമ്പോൾ ചില ചേഞ്ചസ് വരും ബോഡിയിൽ. നാച്ചുറലായിട്ടാണല്ലോ നമ്മുടെ വൈദ്യൻജി, ഇസ്മായിൽ സേട്ട് എല്ലാം ഇരിക്കുന്നത്. അതേ നല്ല കസേരയിൽ കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് ഡോക്ടർ ഇസ്മായിൽ സേട്ട്, സുന്ദരനായിട്ട്. ഓക്കെ. അപ്പോഴേ ഇതെല്ലാം വരുമ്പോൾ
കാറ്ററാക്ട് വരുമോ ഇല്ലയോ ഓൾഡ് ഏജിൽ? വിത്ത് ഓൾഡ് ഏജ് വിഷൻ ഇമ്പയർഡ് ആകുന്നില്ലേ? അതുപോലെ നോർമൽ ആയിട്ടുള്ളതാണ് വിത്ത് ഓൾഡ് ഏജ്. കിഡ്നിയുടെ ഫങ്ഷനും കുറയും, ലിവർ ഫങ്ഷനും കുറയും. അങ്ങനെയുള്ള സമയത്ത് ഡോസ് തന്നെ സാധാരണ കൊടുക്കുന്ന അഡൽസിന്റെ അത്രയും ഡോസ് കൊടുക്കരുത്. പക്ഷേ എനിക്കറിയാവുന്നത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും ദേ ഡോണ്ട് ഈവൻ പുട്ട് ദാറ്റ് വൺ ഇൻ ടു. അവർ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന 30 വയസ്സുകാരന് കൊടുക്കുന്ന അതേ സ്ട്രെങ്ത്തിൽ കൊടുക്കും ഈ 60-70 വയസ്സ് പ്രായന്മാർക്ക്. സംഗതി വശക്കേടാണ്. So that intensifies. Then use of high risk drugs, sedatives, ബ്ലഡ് തിന്നേഴ്സ്. ഇന്നിപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ പ്രശ്നം എന്താ പറയാം? ഉറക്കമില്ല. ഉറക്കം ഇല്ല ഒരുപാട് പേർക്ക്. എന്താണ് ഉറക്കം വരാത്തത്? ഒറിയും. നല്ലൊരു ശതമാനം പേരും ദൈവ് ഒറി. വീട്ടില് പിള്ളേരില്ല, ചെറുപ്പക്കാരായിട്ടൊന്നും ഇല്ല. അപ്പം പലതും ആലോചിച്ച് വിഷമിക്കുകയാണ്. പൈസ ഉണ്ട്, പൈസ കുഴപ്പമില്ല, റിട്ടയർ ആയിട്ടുള്ള പെൻഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഒറിയിങ് എന്ന് പറയുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒറിയിങ് എന്ന് പറഞ്ഞാൽ മൈൻഡ് റെഡിയല്ല, ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോകും. 4-5 ദിവസം ഉറക്കം വരുന്നില്ല. അപ്പോഴെന്താണ് ചെയ്യുന്നത്? ഡോക്ടർ ഉടൻ തന്നെ ഒരു സ്ലീപ്പിംഗ് പില്ല് എഴുതി കൊടുക്കും. അപ്പോൾ ആ സ്ലീപ്പിംഗ് പില്ല് കഴിക്കുമ്പോൾ എന്താണ്? അത് ഇമ്പയർസ് യുവർ കോഗ്നിഷൻ, മെമ്മറി, എല്ലാത്തിനെയും. സൈഡ് എഫക്റ്റ് ആണ് അതിൻ്റെ. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണ്? എത്ര ഗുളിക കഴിച്ചെന്ന് പോലും അങ്ങനെ ഓർമ്മ കാണത്തില്ല. ഞാൻ ആ ഗുളിക കഴിച്ചോ അറിയത്തില്ല, വീണ്ടും എടുത്ത് കഴിക്കും. ഇമ്പയർഡ് മെമ്മറി കാരണം. നേരത്തെ കഴിച്ചു കഴിഞ്ഞു, പക്ഷേ കഴിച്ചോ എന്നുള്ള ഓർമ്മയില്ല. ശ്രീമാൻ നാരിജി പറയുന്നത് ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഓവർഡോസ് എത്ര പേർക്ക് വരും എന്നറിയാം? പോളിഫാർമസി, ഇത് മിക്കവർക്കും അറിയത്തില്ലായിരിക്കാം. ഡെയിലി ഇൻടേക്ക് ഓഫ് 5 or more മെഡിക്കേഷൻസ്, 5 കൂടുതലോ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പോളിഫാർമസി. എവറി ആഡഡ് പിൽ ആഡ്സ് മോർ റിസ്ക്. ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് എ നെറ്റ്വർക്ക് ഫെയിലിയർ. ഇത് ഈ പല 5 ഇതൊക്കെ ആകുമ്പോൾ ഒരെണ്ണം കയറി കിഡ്നി അടിക്കും, ഒരെണ്ണം ലിവറിനെ അടിക്കും, ഒരെണ്ണം കയറി അങ്ങോട്ട് അടിക്കുന്നത് ലങ്സിനായിരിക്കും. അപ്പൊ നെറ്റ്വർക്ക് 3 പോയി കിട്ടിയില്ലേ? ബോഡിയിൽ 3 ഓർഗനും അടിച്ചു പോയി. നെറ്റ്വർക്ക് ഫെയിലിയർ, മൾട്ടിപ്പിൾ ഡ്രഗ്സ്, മൾട്ടിപ്പിൾ ഓർഗൻസ്. മറിയാമ്മജിക്ക് ചെറിയ പേടി തുടങ്ങി തോന്നില്ലേ ഇത്രയും കേട്ടപ്പോൾ? അതെ. ഇത് ഇതിനുമ്പ് അറിയാമായിരുന്നോ? ഇത്രയും അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ എന്നിട്ട് ഈ ഇരിക്കുന്നവർ എത്ര പേർക്കാണ് ഞാൻ ഈ പറയുന്നത് പുതിയ കാര്യമായിട്ട് തോന്നുന്നുള്ളത്? അതും എനിക്കറിയട്ടെ, എനിക്കൊരു സന്തോഷം കിട്ടണ്ടേ? ഇത്രയും മെനക്കെട്ട് വന്ന് ഇത്രയും സംസാരിക്കുമ്പോൾ മിക്കവർക്കും അറിഞ്ഞുകൂടാ. മിക്കവരും ഒന്ന് എട്ടേ ഇത് പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഞാൻ ഇതേപോലുള്ള ടോക്കിന് നാളെ വിളിച്ചാൽ എനിക്ക് വരാനായിട്ടുള്ള എനിക്കൊരു ഉന്മേഷം വരത്തുള്ളൂ. ഓക്കെ, മറിയാദാസിൻ അടുത്ത് അവിടെ ശശി, പോക്കോ, വേറെ ബ്ലസ്സി, എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് എല്ലാവർക്കും ഈ മരുന്നുകളൊക്കെ ഒരുപാട് കഴിച്ച് കൈയെല്ലാം തളർന്നു പോയിരിക്കുകയാണ് സൈഡ് എഫക്റ്റിൽ. എല്ലാം ചലനശേഷി എല്ലാം നഷ്ടപ്പെട്ടവരാണെന്ന് തോന്നുന്നു ഇവിടെ. ഒരു മായാദാസൻ, പപ്പുക്കുട്ടി. ഒന്ന് എണ്ണം പപ്പുക്കുട്ടി സാറേ എന്താണെന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. ഇത്രയ്ക്ക് മടിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു രോഗി വന്ന് നിങ്ങളെ കണ്ടേച്ച് പോകുമ്പോൾ നിങ്ങൾ കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? കാശിന് ഫ്രീ ആയിട്ട് ചെയ്യും. അതുപോലെ എനിക്ക് വിഷമമുണ്ട്. ഒരു ടോക്കിന് വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിക്കുന്നു, ആ ഫീഡ്ബാക്ക് നിങ്ങൾ തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമാണത്. അതെങ്കിലും ഒന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. ഞാൻ പഠനം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വരണ്ട അടുത്ത തവണ, അല്ലെങ്കിൽ എന്നെ വിളിക്കണ്ട. തീർന്നല്ലോ. പ്രശോഭൻ, ഓക്കെ, താങ്ക് യു. അതുകൊണ്ടല്ലേ ബ്രെയിൻ, ലങ്, കിഡ്നി, സ്റ്റോമക്, ലിവർ, ഇൻറ്റസ്റ്റൈൻ എവിടെ ആണെച്ചാൽ അടിക്കാം. ഡേഞ്ചേഴ്സ് ഓഫ് CNS മെഡിസിൻസ് എൽഡർലി പീപ്പിൾ കൊടുക്കുമ്പോൾ അവരുടെ ഇമ്പയർഡ് കോമ്പിനേഷൻ, മെമ്മറി ഇതായി, തിങ്കിങ് ഇതായി, ഇമ്പയർഡായി, സെഡേഷൻ, കൂടുതൽ ക്ഷീണം. പിന്നെന്താണ് ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് ഫാൾസ്, താലിട്ട് വീഴും. ക്ഷീണം എന്ന് പറഞ്ഞ് വീണ്ടും ഡോക്ടർക്ക് പോകും. എന്തുകൊണ്ട്? ഈ മരുന്ന് കാരണമാണ് ക്ഷീണം വന്നിരിക്കുന്നത്. ഉടനെ ഡോക്ടർ എന്ത് ചെയ്യും? ഒരു മൾട്ടി വൈറ്റമിൻ എഴുതി കൊടുക്കും ക്ഷീണത്തിന്. ഈ ക്ഷീണം വന്നത് തന്നെ അങ്ങേര് കൊടുത്ത ആ മരുന്ന് കാരണമാണ് ക്ഷീണം. നൗ യു ആർ ട്രീറ്റിംഗ് ദി സിംറ്റം. ആ മരുന്ന് നിർത്തിയാൽ മതി, ക്ഷീണം മാറും. നിർത്തത്തില്ല. ഇപ്പൊ അടുത്തൊരു മരുന്നും കൂടെ ആയി, മൾട്ടി വൈറ്റമിൻ. എന്നിട്ട് വിചാരിക്കും മൾട്ടി വൈറ്റമിൻ സേഫ് ആണെന്നുള്ളത്.
മൈ ഡിയർ ഫ്രണ്ട്സ്, വൈറ്റമിൻ ടോക്സിറ്റി കുറിച്ച് ഞങ്ങൾ MBBSയിലും ആരും പഠിക്കുന്നില്ല, MDയിലും പഠിക്കുന്നില്ല. നല്ലൊരു ശതമാനം ഡോക്ടേഴ്സിനും അലോപ്പതി ഡോക്ടേഴ്സിനും ഇതിനെക്കുറിച്ച് ഒരു പുണ്ണാക്കും അറിഞ്ഞുകൂടാ. വൈറ്റമിൻ സി തന്നെ ഡോസ് എക്സീഡ് കഴിഞ്ഞാൽ ഒരു ദിവസം കഷ്ടിച്ച് ഒരു 50-100 മില്ലിഗ്രാം മതി. നന്നായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇന്നാ പിടിച്ചോ 1 ഗ്രാം 2 ഗ്രാം ഒക്കെ കഴിക്കുന്നവരുണ്ട്. അത് എന്ത് ചെയ്യുന്നറിയാം? അതിന്റെ എഫക്റ്റ് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും. കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ കുറെ കഴിഞ്ഞിട്ട് പിന്നെ വയറുവേദനയായിട്ട് നേരെ കാഷ്വാലിറ്റി എത്തി. പിന്നെ യൂറോളജിസ്റ്റ് വന്ന് അയാൾ ഓപ്പറേഷൻ ചെയ്ത് ഒരു 2 ലക്ഷത്തിന്റെ ബില്ലും എല്ലാം തന്നു. എവിടെ? ഈ വൈറ്റമിൻ സി കഴിച്ചിട്ട്. ടോക്സിക്കിന്റെ വൈറ്റമിൻ എ ഒരാവശ്യമില്ല വാങ്ങിച്ചു കഴിക്കാനായിട്ട്, ഒരാവശ്യമില്ല നമ്മുടെ നാട്ടിൽ. വൈറ്റമിൻ എ എന്താണ്? അവിടെ മിക്കവരും ക്യാരറ്റ് കഴിക്കത്തില്ലേ? ക്യാരറ്റ് വലിയ വിലയൊന്നുമില്ലല്ലോ. ക്യാരറ്റ് കഴിക്കുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം കഴിക്കുമ്പോൾ തന്നെ വൈറ്റമിൻ എ കുറെ കിട്ടി. പപ്പയ ഇല്ലേ, അതിൽ നിന്ന് കിട്ടി. മാങ്ങ സീസണിൽ മാങ്ങ കഴിക്കുന്നു. എല്ലാം വൈറ്റമിൻ എ ആണ്. അതിന് വൈറ്റമിൻ എ ഈസ് എ ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻ ആയത് കാരണം അത് എക്സസ് ഉണ്ടെങ്കിൽ അത് നേരെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ. അപ്പോൾ ആ മാങ്ങ സീസണിൽ ആ 2 മാസം കഴിക്കുന്നത് മതി. 1 കൊല്ലത്തേക്കുള്ള വൈറ്റമിൻ എ ബോഡിയിലുണ്ട്. അതിൻ്റെ കൂടെ ഈ ചെന്ന് മൾട്ടി വൈറ്റമിൻ വാങ്ങിച്ച് കഴിക്കുന്നു. വൈറ്റമിൻ എ വീണ്ടും കയറ്റുകയാണ്. അതിന് വൈറ്റമിൻ എ എക്സസ് ഡോസ് വരുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റും കൂടെ അറിഞ്ഞിരിക്കണം. തലവേദന, ഇൻട്രാക്ടബിൾ ഹെഡേക്ക്, ബോൺ പെയിൻ, ഹെയർ ലോസ്, മുടി പൊഴിയുന്നു, ഹെയർ ലോസ്. അപ്പൊ ഇതൊന്നും അറിയാതെ ഈ ഹെഡേക്കുമായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനകത്ത് പോകും. തലവേദന വന്നത് എന്തുകൊണ്ടാണ്? ഈ വൈറ്റമിൻ എ എക്സസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. ദിവസവും ക്യാരറ്റും കഴിക്കുന്നുണ്ട്, മാങ്ങയും കഴിക്കുന്നുണ്ട്, പപ്പയും കഴിക്കുന്നുണ്ട്, ഇതും കഴിക്കുന്നുണ്ട്. പഴയ ന്യൂറോളജി ഇതിൽ നിന്ന് അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങേരോടൊന്നും CT സ്കാനൊക്കെ എടുക്കും. 2500 അവിടെ പോയി കിട്ടി. അത് കഴിഞ്ഞിട്ട് അങ്ങേര് ഒരു വേദനയ്ക്കുള്ള ഒരു ഗുളിക തരും. അത് ഇതേപോലെ നേരത്തെ പറഞ്ഞ ഡൈക്ലോഫിനൊക്കെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ വേദനയ്ക്കുള്ള ഗുളിക കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയി പിന്നെ വയറുവേദനയും ഇതായിട്ടൊക്കെ. അപ്പം ഒന്നിൽ തുടങ്ങി, വൈറ്റമിനിൽ തുടങ്ങി, തലവേദന വന്നു, തലവേദനയ്ക്ക് തുടങ്ങി, മറ്റേ ഗുളിക കഴിച്ചു, ആ ഗുളിക കഴിച്ചു, അതിൻ്റെ സിംറ്റം വന്നു, പിടികിട്ടിയ ഒരു വിഷ്യസ് സൈക്കിൾ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇതാണ് നടക്കുന്നത്. ഇതെല്ലാം മൂല കാരണം അനാവശ്യമായിട്ടുള്ള ഈ മരുന്നുകൾ കഴിക്കുന്നത്. ഇതിനാണ് ഇവിടെ അമേരിക്കയിൽ ഇത് അത്ര കോമൺ അല്ല. എന്നുവെച്ചാൽ ഞാൻ കാണിച്ചത് പിൽ ഡിസ്പെൻസർ എന്ന് പറയും. അത് ഞായറാഴ്ച ആകുമ്പോൾ തന്നെ ആ ആഴ്ചയിൽ ദിവസം ഒരു 4-5 ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ, അത് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആണെച്ചാൽ അവർ ആ തിങ്കളാഴ്ച രാവിലെ കഴിക്കാനുള്ളത്, വൈകുന്നേരം കഴിക്കാനുള്ളത് അതിലിട്ട് ആ ഒരാഴ്ചത്തേക്ക് അവരുടെ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന്, ആരാണെന്ന് അത് ഇട്ട് വെച്ചേക്കും. അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ച തുറക്കുന്നത് രാവിലെ അതിലുള്ള കഴിക്കുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മറവി, ഞാൻ കഴിച്ചില്ലയോ എന്നുള്ളതെല്ലാം മാറി കിട്ടും. സോ പിൽ ഡിസ്പെൻസർ ആമസോണിൽ കിട്ടും കേട്ടോ, നമ്മുടെ നാട്ടിലും കിട്ടണം. ഒന്ന് വാങ്ങിച്ച് ഈ പ്രായമായവർക്കെല്ലാം കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ ഈ ആക്സിഡന്റൽ ആയിട്ടുള്ള ഓവർഡോസ് കുറയ്ക്കാൻ പറ്റും. ആക്സിഡന്റൽ ഓവർഡോസ്, കിഡ്നി ഡിസ്ഫങ്ഷന്റെ ഇനി സമയം അധികമില്ല, അതാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഞാൻ പോകാൻ പോകണം. ഇത്രയും നേരം ഞാൻ നമ്മുടെ ലോക്കൽ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രിയദർശിനി സർവീസാണ്, പെണ്ണുങ്ങൾക്കെല്ലാം സൗജന്യ യാത്ര. ഇപ്പോൾ ഇനിയുള്ളത് സ്പീഡ് കൂട്ടുകയാണ്. ഇനിയുള്ളത് ആ കൂടി നോൺ സ്റ്റോപ്പ് എക്സ്പ്രസ് വണ്ടിയാണ് പോകാൻ പോകുന്നത് കേട്ടോ. വന്ദേ ഭാരത്തിന്റെ സ്പീഡിൽ പോകാൻ പോവാണ്. ഓക്കെ, തീർക്കണ്ടേ? ഓക്കെ. ഡാർക്ക് കളേർഡ് യൂറിൻ അല്ലെങ്കിൽ ലെസ് ഫ്രീക്വന്റ് യൂറിനേഷൻ, 5 തവണയൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെന്നത് ഒരു 2 തവണയൊക്കെ ആണെങ്കിൽ വാണിംഗ് ആണ്. മൂത്രത്തിന് അളവും കുറയുന്നു. അതിന്റെ ബ്ലഡ് ഇൻ ദി യൂറിൻ, കിഡ്നി ഡിസ്ഫങ്ഷന്. ലിവറിന്റെ എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു, പാരസെറ്റമോളും ഡൈക്ലോഫെനാക്കും എല്ലാം ലിവറിന് ഇതാകാം. കൊളസ്ട്രോൾ ഉള്ള ഗുളിക അറ്റോർവസ്റ്റാറ്റിൻ, യെസ്. ആന്റിബയോട്ടിക്സ് അവിടെ നാട്ടിൽ വളരെ ഇപ്പോഴും കുറച്ച് പ്രയാസമാണെന്ന് കേട്ടു. മറ്റേ ഒരു പ്രിസ്ക്രിപ്ഷൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു സിത്രോമാക്സ്, ആ കോവിഡ് സമയത്താണ് സിത്രോമാക്സ് എല്ലാവരും മാറ്റി കഴിക്കും, വളരെ സേഫ് ആണെന്നൊക്കെ. നോ, ഹാർട്ടിന് ഒരുപാട് ഡാമേജ് ചെയ്യുന്നതാണ്, ലിവറിന് ഡിസ്ഫങ്ഷൻ വരുന്നതാണ് സിത്രോമാക്സ്, അസിത്രോമൈസിൻ, എർത്രൊമൈസിനൊക്കെ. സോ അതിൻ്റെ ദെൻ ആന്റിബയോട്ടിക്
ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, അതവിടെ നാട്ടിൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. ഗ്രീൻ ടീ വലിയ കുഴപ്പമില്ല. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ക്യാപ്സൂൾ കിട്ടും, അത് വളരെ ഹൈ ടോക്സിക് ആണ്. ദെൻ കഫീൻ, നേരത്തെ പറഞ്ഞു, എനർജി ഡ്രിങ്ക്സ്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതാണ് അജിനോമോട്ടോ. അത് നൂഡിൽസിലും ചിപ്സിലും കെച്ചപ്പിലും സൂപ്പിലും ഹോട്ട് ഡ്രിങ്ക്സിലും എല്ലാത്തിലും ഹോട്ട് ഡോഗ്സിലും എല്ലാം ഉണ്ട്. ഈ MSG എന്ന് പറയുന്നത് നിങ്ങൾ അറിയത്തില്ല. ഇന്ന് അവിടെ എല്ലാ മാളിലും ചെന്ന് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിന്റെ എല്ലാം ഉണ്ട്. കുടുംബസമേതം എല്ലാവരും ആഴ്ചയിലേക്ക് ചെന്ന് ഒരു 10, 2000, 3000 രൂപ പൊട്ടിച്ചേച്ച് വരും. ശരിയാണോ ഞാൻ പറയുന്നത്? ഞാൻ എൻ്റെ ഈ തിരുവനന്തപുരത്തെ ലുലു മാളിൽ തന്നെ എനിക്കറിയാം. എൻ്റെ ചില ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിലെ 2 പിള്ളേരായിട്ട് അവിടെ പോയി 10, 3000 രൂപ അവിടെ ചെന്ന് എല്ലാം കഴിച്ചേച്ച് വരും. പിള്ളേർക്കെല്ലാം ഹാപ്പിയാണ്, അവരറിയുന്നില്ല, ഈ അഡൽസിന് അറിയുന്നില്ല. ഇതിൽ ചിലതിലൊക്കെ അവർ MSG, ഈ അജിനോമോട്ടോ ആഡ് ചെയ്യും ഫ്ലേവറിന് വേണ്ടിയിട്ട്. അജിനോമോട്ടോയുടെ സൈഡ് എഫക്റ്റ് അരിത്മിയ, ഇറഗുലർ ഹാർട്ട് ബീറ്റ്, ഫാസ്റ്റായിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ന്യൂറോ സർജൻ തൃശ്ശൂരിൽ, പുള്ളിക്കാരൻ ഇതേപോലെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി കാര്യമായിട്ടെല്ലാം അടിച്ചിട്ട് വന്ന് രാത്രി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ പെട്ടെന്ന് കയറി പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ്. പുള്ളി ഡോക്ടർ ആയതാണ് നോക്കിയിരുന്ന ഇറഗുലർ ഹാർട്ട് ഒരു 10, 150, 160 ബീറ്റിൽ പോകുന്നു. നേരെ കാഷ്വാലിറ്റി പോയി ഏർട്ടിൽ ഫിബ്രിലേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു ചെയ്തു. എന്നിട്ട് പുള്ളി എന്തുകൊണ്ട് എനിക്കിത് വന്നു, ഈസ് എ നോൺ സ്മോക്കർ. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ച് നിർത്തിയപ്പോഴാണ് MSG, ചൈനീസ് ഫുഡിന്റെ എത്ര ചെലവ് എത്രയായി, എത്ര നാൾ പിന്നെ മരുന്നും കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ വെളിയിൽ ചെന്ന് കഴിക്കുന്ന പരിപാടി ഒന്ന് നിർത്തുക. ഇത് നാളെ കേൾക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക. wherever you go and eat the fast food, they are likely to add. ഇവിടെ അമേരിക്കയിലാണ് വെച്ചാൽ അത് കാരണം ഇപ്പോൾ എല്ലാ ചൈനീസ് ഇപ്പോൾ കഴിഞ്ഞാൽ അവിടെ വലിയൊരു ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നോ MSG എന്ന് അവർ എഴുതി വെക്കുകയാണ്. നമുക്കൊരു കോൺഫിഡൻസ് തരാനായിട്ട്, നോ MSG ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ അതുണ്ടോ? ഇല്ലല്ലോ. സോ MSG പ്രോബ്ലം. നേരത്തെ പറഞ്ഞു ഡ്രിങ്ക്സിന്റെ കുറെ പണം ഇട്ടാണ് ഇതിങ്ങനെ. സെൽഫ് മെഡിക്കേഷൻ ഇസ് എ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ത്രെറ്റ്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ 10 to 30% ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്. നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അവിടെയാണ് ഡോക്ടർ, അവൻ ഒരു തലവേദനിക്കുന്നതാണ്, അതുകൊണ്ട് അവൻ എഴുതി കൊടുക്കും. അവനെന്തോ അറിയാം, അവൻ 8ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞിട്ടുള്ളവനാണ്, അവൻ ഈ സൈഡ് എഫക്റ്റും എല്ലാം അറിയാം. അതിന് ഒരു റീസൺ പറഞ്ഞാൽ ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുക്കണം, അതിന് ഡോക്ടറെ കൺസൾട്ടേഷൻ 300 രൂപ കൊടുക്കണം. അത് ശരിയാണ്, അത് ഒരു സത്യമാണത്. ഡോക്ടറെ ചെന്ന് കാണാനായിട്ട് അത്രയും മെനക്കേടും ഇതെല്ലാം ഉണ്ട്, സമയമെല്ലാം ഉണ്ട്. പക്ഷേ ആ മെനക്കേട് ഡോക്ടറെ കാണാതെ ഇവന് വഴി കണ്ടു വെച്ചാൽ അവസാനം മറ്റേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു 100 രൂപ 200 രൂപ കൊടുത്താൽ മതി. പിന്നെ ഇത് വന്നിട്ട് കിഡ്നി എല്ലാം പോയി കിട്ടുമ്പോൾ പിന്നെ എത്രയാണ് പോകുന്നത്? അല്ലേ ശ്രീകുമാരൻ നായർ സാർ ജി, അല്ലേ? ആദ്യത്തെ 100 രൂപ സേവ് ചെയ്തു, 100 രൂപ സേവ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറുകാരൻ തന്നു, അവസാനം കിഡ്നി പോയി, അല്ലെങ്കിൽ ലിവർ പോയി, പിന്നെ ലക്ഷങ്ങൾ. അതാണ്. സോ ഇതൊക്കെ വാണിംഗ് ആണ്. ഞാൻ പറയുന്നത് കേട്ട് വല്ലതും കേൾക്കുന്നവർക്ക് കൊള്ളാം, ചെയ്താൽ. സെൽഫ് മെഡിക്കേഷൻ, അതാണ് ഓർഗൻ ഇഞ്ചുറി. നേരത്തെ പറഞ്ഞു കിഡ്നി, ലിവർ, ഗട്ട്, എന്നിട്ട് ചൊറിച്ചല്, റിയാക്ഷൻ, അങ്ങനെ പലതും. ടോക്സിറ്റി ഫ്രം ഓവർ ഡോസിങ്. എഡ്യൂക്കേറ്റ് ടു പ്രിവെന്റ്. ഇതിന് എന്താണ് പോംവഴി, പരിഹാരം എന്താണ്? അതിങ്ങനെ പറയണ്ട്. ഞാൻ എല്ലാവരും ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഞാനായിട്ട് ഐഡന്റിഫൈ ചെയ്തതാണ്. സ്കൂൾ ലെവലിൽ ഒരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് ഏകദേശം 10 വയസ്സൊക്കെ ആയി. 5ാം ക്ലാസ് പിള്ളേർക്ക് വന്നിട്ട് ഡോക്ടേഴ്സ്, ഇതിനെക്കുറിച്ച് കുറച്ച് വിവരമുള്ള ഡോക്ടർമാർ, വിവരവും വിവേകമുള്ള ഡോക്ടർമാർ വന്നിട്ട് ഒരു വർഷത്തിൽ ഒരു 2 or 3 ക്ലാസ് അരമണിക്കൂർ വെച്ച് അവർ ബ്ലോട്ടിംഗ് പേപ്പറിൽ അബ്സോർവ് ചെയ്യും. ഇതിന്റെ ഡേഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോൾ ദേ വിൽ ബി വെരി കോൺഷ്യസ്. ഇറ്റ്സ് ഡൂവബിൾ ആണ്, ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല, ചെയ്യാം. അടുത്ത കോളേജ് ലെവലിലും, ദെൻ കമ്മ്യൂണിറ്റി ലെവൽ, റെസിഡൻസ് അസോസിയേഷൻ, വർക്ക് പ്ലേസ്. ഈ പറഞ്ഞത് ചെയ്യാൻ ഇമ്പോസിബിൾ ആണോ അതോ പോസിബിൾ ആണോ? പോസിബിൾ ആണെന്ന് വെച്ചാൽ ഒരു P8 ഞാൻ ഈ പറയുന്നത് ചെയ്യാൻ പറ്റുമോ? ഒരു P8 ഞാൻ ഈ പറഞ്ഞത്, അയ്യോ ഇയാൾ പറയുന്നത് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്, എത്ര കോടി ചെലവ് വരും, നമുക്ക് ബഡ്ജറ്റിൽ ഇത്രയേ ഉള്ളൂ, നമുക്കിപ്പോൾ ആദ്യമേ തന്നെ കേരള സർക്കാർ ഇത്രയും നഷ്ടത്തിയിരിക്കുകയാണ്, ഒന്നുമില്ല, ഇത്രയും കോടിയുടെയൊക്കെ KN ബാലഗോപാലും എല്ലാവരും എല്ലാം ഉണ്ടായിട്ട് പറയാണ് ഇത്രയും നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു. ഇതിന് ഒരു ചെലവുമില്ല, എല്ലാ ദിവസവും വേണ്ട. ആ ടൈമിൽ ചെന്നിട്ട് ഇത്രയും ഈ എനർജി ഡ്രിങ്ക്സിനെ പറയുക അവരത് ദോഷമാണ്. ഈ ചിപ്സ് എല്ലാം കഴിക്കുന്നത് സൂക്ഷിക്കണം, അതിന്റെ ദോഷം ഇതാണ്. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവര് ദേ മേ ഫീൽ ഡിസ്കറേജ്. എൻ്റെ മകൻ ഇപ്പോഴവന് 33 വയസ്സാണ്. ചെറുപ്രായത്തിൽ ഞാൻ ഇത് ചെയ്തു കൊടുത്ത് വീട്ടിൽ ഒരിക്കൽ പോലും കൊക്കക്കോലയോ ഇതോ പെപ്സിയോ ഒന്നും വാങ്ങിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല.
വേറെ അവൻ ചെന്ന് ലൈം ജ്യൂസ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാം വായിക്കാൻ പറയും, ലേബൽ പഠിപ്പിച്ചു കൊടുത്തു. അവൻ നോക്കിയാൽ ആർട്ടിഫിഷ്യൽ. ഞാൻ പറയാം ആർട്ടിഫിഷ്യൽ, ഡു യു സി എ വേർഡ് ആർട്ടിഫിഷ്യൽ? ആർട്ടിഫിഷ്യൽ ഫ്ലേവർ നോ. അതുപോലെ പൊട്ടറ്റോ ചിപ്സ് വല്ലപ്പോഴും കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ MSG അത് പറഞ്ഞു കൊടുത്തു. നോക്കി പിള്ളേരെ അത് പഠിപ്പിച്ചു കൊടുക്കണം, ഈ ഡേഞ്ചർ. അതാണ് ഇപ്പം ഒന്നും വാങ്ങിക്കത്തില്ല. ഏത് വാങ്ങിച്ചാലും അവൻ ആദ്യം വായിക്കും, വായിച്ചിട്ട് അത് നോക്കിയിട്ട് അത് ചെയ്യും. അന്ന് ആ ചെറുപ്പകാലത്തിലെ ചൊട്ടയിലെ ശീലം, അല്ലേ അല്ലേ അല്ലേ, ചൊട്ട മുതൽ ചുടല വരെ, അല്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. ആ ചെറുപ്രായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ഡീപ്പായിട്ടിരിക്കും. ചെയ്യണം. ഓക്കെ. ട്രീറ്റിംഗ് വൺ സിംറ്റം ഷുഡ് നോട്ട് ക്രിയേറ്റ് 5 മോർ. ഒരു മരുന്ന് കൊടുത്തു, അതിന് വേണ്ടിയിട്ട് പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പിന്നെ 5 രോഗലക്ഷണങ്ങളായിട്ടു. എൻ്റെ ഈ അടുത്ത വ്യാഴാഴ്ചത്തെ എൻ്റെ ടോക്കാണ് പവർ ഓഫ് EDFC മിത്തോമേനിയ. ഓക്കെ, നമ്മൾ ഇനി 3 മിനിറ്റ് ഉണ്ട്. മറിയാമ്മജി അല്ലെങ്കിൽ മറിയാമ്മജി അവിടെ ആ കൂടി റെസ്റ്റ്ലെസ് ഒരു മരുന്നൊക്കെ എന്തുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുള്ള പരുവത്തിലായി. അതുകൊണ്ട് 3 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും വല്ല ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, പറയാനുള്ളത് പറയുക. ജയചന്ദ്രൻജി ഇന്നലത്തെ ടോക്ക് എൻ്റെ കേട്ടു, ഇന്നത്തെ ടോക്കും കേട്ടു. ഇന്നലെ ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തു, ഇന്നിപ്പോൾ മലയാളത്തിൽ. അതിന് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഞാൻ, സാധാരണ എൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിനകത്ത് ഒരു 20 മുതൽ ഒരു 40 പേര് കാണും. ഇന്ന് ഞാൻ ചുമ്മാ അതുവരെ എത്ര പേര് നോക്കിയിട്ട് 119 പേര് കേട്ടോ. ഈ ടോക്ക് 119 പേര് കണ്ടിരിക്കുന്നു ഇന്നലത്തെ. അപ്പൊ അതിൻ്റെ അർത്ഥം കണ്ടവർ ഒരുപാട് പേർക്ക് അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും നിങ്ങൾ ഫോർവേഡ് ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും പിള്ളേർക്കും. അതുകൊണ്ട് അവർ രക്ഷപ്പെടും. ഓക്കെ, താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ്? നന്ദി സാറേ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനായിട്ട് പറയാനുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആദ്യം എപ്പോഴും അറിയാൻ പറ്റി ഇനി ഒന്ന് പഠിക്കണം. ഞാൻ നിങ്ങൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർ ആദ്യം മിക്കവരും ആര് ചോദിക്കും, ആര് പൂച്ചയ്ക്ക് മണി കിട്ടും എന്ന് പറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ തന്നെ ഒരു ചോദ്യം ചോദിക്കും. ഗോ ഹെഡ്. അല്ല സാറേ, നമുക്കിപ്പം ഇങ്ങനെ ഇന്ന ദോഷമുണ്ടെന്നൊരു മരുന്നുകളെ കുറിച്ച് പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാ സാഹചര്യത്തിലും പറ്റും. പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ എല്ലാം പറ്റും. എന്തൊക്കെ പറയുന്നില്ല മിക്കവരും. ഞാൻ അവിടെ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ അവസരത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. 10 പേരത്ത് പറയുമ്പോൾ അതിലൊരു 3-4 പേരെങ്കിലും അവരുടെ ആ അപ്രോച്ച് എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാവരും മാറത്തില്ല, പക്ഷെ ആ 3-4 പേരെങ്കിലും മാറിയല്ലോ. അങ്ങനെ ഞാൻ നോക്കുന്നുള്ളൂ. എനിക്ക് 100% മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ഫീൽ വെരി മച്ച് ഡിസപ്പോയിന്റഡ്. പറയണം. നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വരുന്നിടത്ത് മാത്രമല്ല, അത് പറയുന്നത് കൊള്ളാം. നിങ്ങൾ വന്നിട്ട് വേറെ പരിചയമുള്ള ഫ്രണ്ട്സിനടുത്തും രോഗികളായിട്ട് വരാത്തവരത്തും അവരെ കാണുമ്പോഴോ എവിടെയും വരുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു 3-4 മിനിറ്റ് പറയുക, കേൾക്കട്ടെ. അവർ ക്രിസ്മസിന് വരുമല്ലോ, ക്രിസ്മസിന് പാർട്ടിക്ക് വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ഒരു 10 പേരത്ത് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുക. ഓക്കെ, ജയിച്ചെന്ന് ആൻഡ് ഇസ്മായിൽ സേഠ്ജി എന്താണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്? റെഡ്മി ഒന്ന് അൺമ്യൂട്ട് റെഡ്മി, ചെയ്യണല്ലോ. അദ്ദേഹം നമ്മുടെ ജയചന്ദ്രൻ ജിയാണ്. റെഡ്മി. ഡോക്ടറെ, ഇന്നലത്തെയൊക്കെ വളരെ എക്സലന്റ് സ്പീച്ച് ആയിരുന്നു. ഇന്നത്തെ ആയിട്ട് വെരി ഡിഫറെൻ്റ് ആയിരുന്നു. ഇന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയത്തക്ക രീതിയിലുള്ള ഒരു സ്പീച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് എൻ്റെ ആശയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നോ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇവർ അത് തന്നെ 5 ദിവസം കഴിക്കാൻ പറഞ്ഞാൽ 10 ദിവസം കഴിക്കും. അത് മാത്രമല്ല, അടുത്ത വീട്ടിലോ എൻ്റെ അപ്പുറത്തെ വീട്ടിലോ ആർക്കെങ്കിലും അസുഖം വന്നാൽ ഈ തുണ്ട് തന്നെ കൊടുക്കും, പോയി വാച്ച് തിന്നടി, ഡാക്ടറെ ഒന്നും കാണണ്ട, ഞാൻ തന്നു. അങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം കൂടുന്നത്. You are absolutely right. Absolutely right. അതെ. ഞാൻ ഓക്കെ, നമ്മുടെ ഇസ്മായിൽ സേഠ്ജി കൈപൊക്കിയിരിക്കുന്നു. ക്ലാസ് വളരെ എക്സലന്റ് ആയിരുന്നു. ഇന്നലത്തെ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ എൻഗേജ് ആയി. ഇന്നാണ് കേട്ടത്. സാറ് വരുമ്പോഴേക്ക് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അത് വളരെയധികം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്. ഉത്തേജിപ്പിന് നിലവായിരുന്നു. സാറിന് ക്ലാസ് വളരെ നന്നായിരുന്നു, ബലപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും വളരെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. ഞാനെല്ലാം കുറേ കേസുകൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട്
ചെറുപ്പക്കാർ കേൾക്കണോ കേട്ടിട്ട്, കാരണം അവർക്കാണെന്ന് അതിനെപ്പറ്റി കൂടുതൽ കാര്യമില്ലാത്തേ ഒരു ചെറിയ 2 മിനിറ്റ് ഡോക്ടർമാർക്ക്. കൂടെ ഞാൻ എടുക്കാമോ മറിയാമ്മ ചേച്ചി? ഞാൻ ഒരു റിയൽ എക്സാമ്പിൾ പറയാം, സ്റ്റോറി. എടുക്കാം. എന്റെ ഒരു വകയിൽ നെവ്യൂ ഇത് നടന്നത് കഴിഞ്ഞ ആഴ്ച, ഒരാഴ്ച ആയിട്ടുള്ളൂ. പുള്ളിക്കാരൻ എനിക്ക് വാട്സാപ്പിൽ ലാബിന്റെ റിപ്പോർട്ടും പുള്ളിയുടെ മരുന്നുകളുടെ എനിക്ക് അയച്ചിട്ട് എൻ്റെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്തായെന്നുള്ളത്. അവൾ പറഞ്ഞു, എനിക്ക് ചെറിയ പനിയും ഒരു ചുമ, എത്ര നാളത്തെ ചുമ, ഒരു 6-7 ദിവസമായി. എന്നിട്ട് ചുമച്ചിട്ട് കവം വല്ലതും വരുന്നുണ്ടോ? ഇല്ല, ഒരു കുത്തിയുള്ള ചുമ, ദാറ്റ് മീൻസ് ഡ്രൈ കോഫ്. എന്നിട്ട് പനി. എന്നിട്ട് എന്തായി? അപ്പൊ ആ ഡോക്ടറുടെ ആ പ്രിസ്ക്രിപ്ഷൻ, അതിൽ ആ ഡോക്ടർ, പുള്ളിക്കാരന്റെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത മെഡിസിൻ പ്രൊഫസറാണ്. പുള്ളിയുടെ ആ OPTക്ക് പുള്ളിയുടെ വീട്ടിലെ കൺസൾട്ടേഷൻ അതിൽ എഴുതിയിട്ടുണ്ട് വൈറൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ. പുള്ളി എഴുതിയിരിക്കുന്ന ഡയഗ്നോസ് തന്നെ വൈറൽ ഇൻഫെക്ഷൻ. എന്നിട്ട് മരുന്നിൽ എന്താണ്? മോണോസെഫ് ആന്റിബയോട്ടിക്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെഫലോസ്പോറിൻ ആന്റിബയോട്ടിക്. എന്നിട്ട് കോഫിന് ഡ്രൈ കോഫാണ്, അതിന് കൊടുത്തിരിക്കുന്ന ബ്രോങ്കോ ഡയലേറ്റർ, സാൽബ്യൂട്രോൾ എല്ലാം ഉള്ളത്. എന്തിനാണ്? ഞാൻ ചോദിച്ചു, നിനക്ക് വീസിങ് വല്ലതും ഉണ്ടോ? ആസ്മ പോലെ വലിയ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അവൾ നോക്കിക്കൊള്ളേ, ആ മോണോസെഫ് കൊടുക്കുന്നു. ശരി. എന്നിട്ട് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി വീണ്ടും വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, മോണോസെഫ് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇല്ല 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 ഇല്ല, എഴുതി തന്നതല്ലേ, ഡോക്ടറെ കണ്ടതല്ലേ, അപ്പം അത് കാരണം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരി, കഴിച്ചോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖം? അല്ല, ചുമ കുറച്ച് കുറവുണ്ട്, പക്ഷെ ഇപ്പൊ വല്ലാത്ത ക്ഷീണം, രാവിലെ എണീക്കാൻ പോലും പറ്റുന്നില്ല. അതെ. അപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ മോണോസെഫ് അതിന്റെ വൺ ഓഫ് ദി ബിഗ് സൈഡ് എഫക്റ്റ് തന്നെ സിവിയർ ഫെറ്റീഗ് ആണ്. അപ്പൊ ഇല്ലാത്ത ഒരു ഫെറ്റീഗ് ക്ഷീണമല്ല, അങ്ങനെ ചുമയ്ക്ക് പോയി പുതിയ ഒരു കിട്ടി കേട്ടോ. അതുമായിട്ട് ഇനി ആ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വൈറ്റമിൻ എഴുതി തരും, ഈ മരുന്നിന്റെ ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞു, അവന് എൻ്റെ ആ ബന്ധുവിന് ഗൂഗിളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, നിനക്ക് ഗൂഗിൾ അറിയാമല്ലോ, ഗൂഗിളിൽ കയറി ആ മരുന്ന് ഇട്ടിട്ട് അതിന്റെ സൈഡ് എഫക്റ്റ് ഒന്ന് അടിച്ചു നോക്ക്. ഞാൻ പറയുന്നത് ചിലപ്പം വിശ്വാസം ഇല്ലെങ്കിൽ ഒന്ന് അടിച്ചു നോക്ക്. എന്നിട്ട് അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മാമ അല്ലെ വലിയ എന്നെ ചിറ്റപ്പ എന്ന് വിളിക്കുന്നത്, ചിറ്റപ്പ പറഞ്ഞ ശരിയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ആന്റിബയോട്ടിക്കിന് യാതൊരു ഇൻഡിക്കേഷനും ഇല്ല, അത് എഴുതുകയാണ്, പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോകത്തിന് പോയി, ഒരു സിംറ്റത്തിന് പോയി, ഒരു മരുന്ന് നിന്ന് പുതിയ വേറെ കുറെ സിംറ്റം വന്നു. ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ശ്രീകുമാരൻ സാർ, ക്വസ്റ്റ്യൻസ്? ശ്രീകുമാരൻ സാർ അഡ്രസ് ചെയ്തിരുന്നു സാറേ. ഞാൻ ഇന്നത്തെയും രണ്ടും കേട്ടതാണ്. ഇന്നത്തെ ഈ ഹാസ്യത്തിന്റെ മേമ്പൊടി കുറച്ച് കൂടുതലും കൂടെ ആയതുകൊണ്ട് നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ പറയുന്നതെല്ലാം വളരെ ഷോക്കിംഗ് തന്നെയാണ്. ശരി ശരി ധനേഷ് ശരി. ഡോക്ടർ, നിങ്ങൾ ആരും മറന്നു പോകരുത്, നിങ്ങളുടെ ഡോക്ടർ ധനേഷിനെ ഞാൻ അഗൈൻ ഐ അപ്രീഷിയേറ്റ് ചെയ്യും. പുള്ളിക്കാരനാണ് 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് എന്റെ ഈ ടോക്കിന്റെ ആദ്യത്തെ ഇംഗ്ലീഷിനെ കണ്ട ഉടൻ തന്നെ പുള്ളിക്കാരൻ വാട്സാപ്പിൽ കൂടെ ചോദിച്ചു, ഈ ടോക്ക് ഒന്ന് കൊടുക്കാമോ എന്നുള്ളത്. ഞാൻ പറയും മലയാളത്തിൽ. ശരി, ഞാൻ ഞായറാഴ്ച ഡേറ്റും വെച്ചത് തന്നെ. പുള്ളി അടുത്ത ഉടനെ മെസ്സേജ് അയച്ചിട്ട്, അയ്യോ ഞായറാഴ്ച വേറെ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് വെള്ളിയാഴ്ച 3-ാം തീയതി അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഞാൻ പറയും ഓക്കെ, വെള്ളിയാഴ്ച തന്നെ. അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് പിന്നെ അധികം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ടോക്കിനൊക്കെ മെഡിക്കൽ ടോക്കാണെങ്കിൽ എനിക്ക് അധികം ടൈം വേണ്ട. നോൺ മെഡിക്കൽ ആയിട്ടുള്ള വേറെ കുറെ ടോക്ക് കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ എനിക്ക് ഒരുപാട് സമയം റിസർച്ച് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ 50 കൊല്ലമായിട്ട് എത്ര പേരെ കണ്ട് എല്ലാം അറിയാം. എന്നെ ഉറക്കത്തിൽ നല്ല ഉറങ്ങിയിരിക്കുമ്പോൾ തട്ടി എണീറ്റ് ഇതിനെക്കുറിച്ച് ഒരു ടോക്ക് കൊടുക്കാം, ഇപ്പം പറയാം, അപ്പോൾ തന്നെ ഞാൻ പറയാൻ പറ്റും. എനിക്ക് അപ്പോഴെ തന്നെ തട്ടി എണീപ്പി ചോദിച്ചാൽ തന്നെ അപ്പോൾ തന്നെ പറയാൻ പറ്റും. അത്രയും കൊല്ലത്തെ ഇതുണ്ട്, എക്സ്പീരിയൻസ് റിലേറ്റഡ് നോളജ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. ധനേഷ് ഡോക്ടർ. വളരെ അതിഗംഭീരമായ സെഷൻ തന്നെ ആയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെയാണ് സാർ അവതരിപ്പിച്ചത്. അത് കുറുക്കി കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. കാരണം ഇത് സാധാരണക്കാരോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇന്നും വിശ്വാസമായിട്ടില്ല. എൻ്റെ ഡോക്ടറെയാണ് എനിക്ക് വിശ്വാസം, എൻ്റെ ഡോക്ടർ തരുന്ന മരുന്നുകളാണ് എനിക്ക് വിശ്വാസം, അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അവർ കേൾക്കുകയാണെങ്കിൽ അവർക്കൊരു തിരിച്ചറിവുണ്ടാകാൻ ഉതകും എന്ന്, അതുകൊണ്ട് തന്നെ സാർ ഇന്ന് അവതരിപ്പിച്ച ഈ പരിപാടി
അതിഗംഭീരമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. സാറിന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ധനേഷ് ജി, ഇനി ആരെങ്കിലും അതുപോലെ പറയുകയാണെന്ന് വെച്ചാൽ ഇന്നാ പിടിച്ചോ എൻ്റെ ഒരു കോപ്പി വീഡിയോ, ഇതൊന്ന് പോയി വീട്ടിൽ ചെന്ന് കാണും മക്കളെ. അനിയ അല്ലെങ്കിൽ ഇത് കാണിക്കാൻ കൊടുത്താൽ മതി. അവർ കാണുമ്പോൾ അപ്പോഴും കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാണ്. അതെ അതെ അത്രയും പറഞ്ഞിട്ട് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മന്ദബുദ്ധി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിലേ മന്ദബുദ്ധി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ, അതിന് അതുകൊണ്ടാണ് സാറേ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീരുക്കൾ അമേരിക്കക്കാരാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കോവിഡ് എന്ന രോഗത്തിന്റെ പേരിൽ അവിടെ മരണപ്പെട്ടത്. റൈറ്റ് കാരണം റൈറ്റ് ചുമ്മാതെ വെറുതെ ഉള്ള മരുന്നുകൾ ഇങ്ങനെ അടിച്ചടിച്ച് എല്ലാവരും റെസിസ്റ്റൻസ് പോയി. ആ മരുന്ന് കൊണ്ട് മാത്രമാണ് എല്ലാവരും ചത്തത്. ഒരാൾ പോലും രോഗം കൊണ്ട് ചത്തിട്ടില്ല. ഈ സത്യം ഇന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഈ അതായത് ഏറ്റവും വലിയ ടെക്നോളജി, ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനത മരിച്ചത് ഈ മരുന്ന് കൊണ്ടാണെന്നുള്ള സത്യം വിളിച്ചു പറയാൻ ഒരാളും അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അല്ല, അതിന് ഒരിതുണ്ട് ധനേഷ് ജി. ഇവിടെ നമ്മളെല്ലാം പറയും ഡെമോക്രസി എന്ന് പറഞ്ഞ്. ഇവിടെ ഡെമോക്രസിയൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെ പറഞ്ഞ രണ്ടു മൂന്ന് ഡോക്ടർമാരുടെ അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്തു പോരെ. അതെ ഇതിന്റെ പറഞ്ഞു വരാം ഉടനെ ഫാർമ ഇൻഡസ്ട്രിക്ക് നല്ല കോടിക്കണക്കിന് കാശുണ്ട്. അതെ അവരോട് തന്നെ ഈ മെയിൻ സ്ട്രീം മീഡിയ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ മെയിൻ സ്ട്രീം മീഡിയ തന്നെ എത്ര എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് ഇതിന്റെ സൈഡ് തന്നെയാണ്. എഫക്റ്റ് കുറിച്ച്? ഇല്ല. അവരെല്ലാം ഡ്രഗ് കമ്പനിയുടെ പിടിയിലാണ്. അവിടെ അതുകൊണ്ട് നിന്ന് കിട്ടുന്ന പരസ്യം, അവരുടെ കാശ് കംപ്ലീറ്റ് കറപ്റ്റ് ആണ് നമ്മുടെ മീഡിയ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഒരു ടോക്ക് കൊടുത്തത്. എന്റെ ഒരു ടോക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാശ് മാറ്റിക്കൊണ്ട് സ്ത്രീ ചെയ്യുന്നതാണ്. ഇവിടെ കാശ് മാറ്റിക്കൊണ്ട് എല്ലാം ചെയ്യുന്നതാണ് പ്രസ്സിലെ മീഡിയ. അതിനാണ് ടേം പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല വേർഡ്. അത് അമേരിക്കയിൽ ഒരാൾ കോയിൻ ചെയ്തതാണ്. നമ്മുടെ ഫോർമർ ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു VK സിംഗ് അദ്ദേഹം അതിനെ പറഞ്ഞാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അതാണ് നടക്കുന്നത്. അതെ അതിപ്പോ എന്തായാലും അവരെയൊക്കെ ഒരു ബോധവൽക്കരിക്കാനും ഇത് തൊരട്ടെ. അതുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി IFBCന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി സരേഷ് ഡോക്ടറെ. എന്തായാലും നമ്മുടെ 2132 പ്രതിദിന സൂം വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡി സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത ജയചന്ദ്രൻ ഡോക്ടർക്കും ഇസ്മയിൽ സാറിനും ശ്രീകുമാരൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 2132 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുമായിട്ട് സാർ എത്രയും വേഗം വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. Right.